शांति शांति ओम शांति शांति। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। तुम हो कौन, कहाँ से आए, अपने आप को जानो। राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर तुम पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति ओम शांति ओम शांति। ഓം ശാന്തി. ഇന്ന് 12/1/2026 പ്രഭാതമുരളി. बाबा कहते हैं, मीठे बच्चे, तुम्हें पावन दुनिया में चलना है, इसलिए काम महाशत्रु पर जीत पानी है. കാം ജീത് ജഗത് ജീത് ബന്ന ഹെ. അപ്പം ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് ഇപ്പോൾ പാവന ലോകത്തിലേക്ക് പോകണം. അതുകൊണ്ട് കാമമെന്ന മഹാശത്രുവിന് മേൽ വിജയം നേടണം. കാമജീത്തും ജഗത് ജീത്തുമായിട്ട് മാറണമെന്ന് ബാബ പറയാണ്. ഇനി ബാബ എന്ന ചോദ്യം ചോദിക്കുകയാണ്, ഹർ ഏക് അപ്നി ആക്ടിവിറ്റി സെ कौन सा साक्षात्कार सबको करा सकते हैं. അതായത് ബാബ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഏത് പ്രവൃത്തിയിലൂടെയാണ് അതായത് എന്തിൻ്റെ സാക്ഷാത്കാരം എല്ലാവർക്കും ചെയ്ത് കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കും, നിങ്ങളുടെ ഏതൊരു പ്രവൃത്തിയിലൂടെ. അപ്പം ബാബ പറയാണ് അതിൻ്റെ ഉത്തരം, മേ ഹൻസ് ഹോം യാ ബഗുൾ ഹോം. അതായത് ഞാൻ ഹംസമാണോ അതോ കൊറ്റിയാണോ,
यह हर एक अपनी एक्टिविटी से सबको साक्षात्कार करा सकता हो. ഈ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ എല്ലാവർക്കും ഈ ഒരു സാക്ഷാത്കാരം ചെയ്ത് കാണിക്കാൻ സാധിക്കും. അതായത് നമ്മൾ ഹംസമാണോ അതോ കൊറ്റിയാണോ, അത് നമുക്ക് നമ്മുടെ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർക്ക് മനസ്സിലാകും. അതാണ് നമ്മുടെ ആ പ്രവൃത്തിയിലൂടെ നമുക്ക് ഈ ഒരു സാക്ഷാത്കാരം നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്ത് കാണിക്കാൻ സാധിക്കുമെന്ന് ബാബ പറയാം. ക്യോങ്കി ഹൻസ് കബി കിസി കോ ദുഃഖ് നഹി ദേംഗെ. അതായത് ഹംസം ഒരിക്കലും മറ്റുള്ളവർക്ക് ദുഃഖം കൊടുക്കില്ല. ബഗുൽ ദുഃഖ് ദേത്തെ ഹേ വഹ് വികാരി ഹോത്തെ ഹേ. പക്ഷെ കൊറ്റിയാണെങ്കിലോ ദുഃഖമാണ് കൊടുക്കുക, അതുമാത്രമല്ല അവര് വികാരികളായിരിക്കുമെന്ന് ബാബ പറയാം. തും ബച്ചേ അബി ബഗുൽ സേ ഹൻസ് ബനേ ഹോ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾ ഇപ്പോ കൊറ്റിയിൽ നിന്നും ഹംസമായിട്ട് മാറിയിരിക്കുകയാണ്. തും പാരസ് ബുദ്ധി ബന്നേ വാലെ ബച്ചോം കാ കർത്തവ്യ ഹേ സബ്കോ പാരസ് ബുദ്ധി ബനാന. ബാബ പറയാണ്, നിങ്ങൾ പവിഴ ബുദ്ധിയായിട്ട് മാറുന്ന കുട്ടികളുടെ കർത്തവ്യമാണ് എല്ലാവരെയും പവിഴ ബുദ്ധിയാക്കി മാറ്റുക എന്നുള്ളത്. നമ്മൾ കുട്ടികളുടെ കർത്തവ്യമാണെന്ന് ബാബ മനസ്സിലാക്കി തരാണ്. ഓം ശാന്തി. ജബ് ഓം ശാന്തി കഹാ ജാതാ ഹേ തോ അപ്ന സ്വധർമ്മ യാദ് പെടുത്താ ഹേ. അപ്പൊ ബാബ പറയാണ്, എപ്പോഴാണോ ഓം ശാന്തി എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് നിങ്ങളുടെ സ്വധർമ്മം ഓർമ്മ വരുന്നു. ഓം ശാന്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ആ സ്വധർമ്മം നിങ്ങൾക്ക് ഓർമ്മ വരുന്നു എന്ന് ബാബ പറയാം. घर की भी याद आती है परंतु घर में बैठ तो नहीं जाना है. ബാബ പറയണ നിങ്ങൾക്ക് വീടിനെയും ഓർമ്മ വരും, പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുക സാധ്യമല്ല എന്ന് ബാബ പറയാം. ബാപ്പ് കെ ബച്ചേ ഹേ തോ ജരൂർ അപ്ന സ്വർഗ് ബി യാദ് കർണാ പടേ. അപ്പൊ ബാബ പറയാണ്, നിങ്ങൾ ബാബയുടെ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും തൻ്റെ സ്വർഗത്തെയും കൂടി ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഓം ശാന്തി എന്ന് പറയുമ്പോൾ തൻ്റെ സ്വധർമ്മത്തെ ഓർമ്മ വരും, അതുപോലെ വീടിനെയും ഓർമ്മ വരും. പക്ഷേ സദാസമയം വീട്ടിലിരിക്കുക സാധ്യമല്ലല്ലോ. അപ്പൊ ബാബ പറയാണ്, നിങ്ങൾ ബാബയുടെ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തെയും കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയാ ബാബ. തോ ഓം ശാന്തി കഹനെ സേ യഹ് സാരാ ജ്ഞാൻ ബുദ്ധി മേം ആ ജാതാ ഹേ. അതായത് ബാബ പറയാണ്, നിങ്ങൾ ഓം ശാന്തി എന്ന് പറയുന്നതിലൂടെ ഈ മുഴുവൻ ജ്ഞാനവും നിങ്ങൾക്ക് ബുദ്ധിയിൽ വരികയാണെന്ന് പറയാ ബാബ. മേ ആത്മാ ശാന്ത് സ്വരൂപ് ഹൂം ശാന്തി കെ സാഗർ ബാപ്പ് കാ ബച്ചാ ഹൂം. അതായത് എന്തൊക്കെയാണ് നമുക്ക് ഓം ശാന്തി എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? ഞാൻ ആത്മാവ് ശാന്ത സ്വരൂപമാണ്. അപ്പൊ ഓം ശാന്തി എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ അതാണല്ലോ, ഞാൻ ആത്മാവ് ശാന്തസ്വരൂപമാണ്. അത് കൂടാതെ അടുത്തത് പിന്നെ നമുക്ക് ഏതാ ഓർമ്മ വരാം? ശാന്തി കെ സാഗർ ബാപ്പ് കാ ബച്ചാഹും. ശാന്തി സാഗരനായ അച്ഛൻ്റെ കുട്ടിയാണ്. ആദ്യം ഓർമ്മ വരുന്നത് ഞാൻ ആത്മാവ് ശാന്തസ്വരൂപമാണ്. സെക്കൻഡ് വരുന്നതാണ് ശാന്തി സാഗരനായ അച്ഛൻ്റെ കുട്ടിയാണ്. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഓം ശാന്തി എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്ന ബാബ പറയാം. जो बाप स्वर्ग स्थापन करते हैं वह बाप ही हमको പവിത്ര ശാന്ത സ്വരൂപ് ബനാത്തെ ഹേ. അപ്പൊ ബാബ പറയാണ്, ഏത് ബാബയാണോ സ്വർഗത്തിന്റെ സ്ഥാപന ചെയ്യുന്നത് അതേ ബാബ തന്നെയാണ് നമ്മൾ കുട്ടികളെ പവിത്രവും ശാന്ത സ്വരൂപവുമാക്കി മാറ്റുന്നത്. മുഖ്യ ബാത്ത് ഹേ പവിത്രതാക്കി. ബാബ പറയാണ്, മുഖ്യമായ കാര്യം എന്താണ്? പവിത്രതയുടേതാണെന്ന് പറയാ ബാബ. ദുനിയാ ഹി പവിത്ര ഓർ അപവിത്ര ബൻതി ഹെ. അപ്പൊ ബാബ പറയാണ്, ലോകം തന്നെയാണ് പവിത്രവും അപവിത്രവുമായിട്ട് മാറുന്നത്. പവിത്ര ദുനിയാമേം ഏക് ബി വികാരി നഹി ഹെ. ബാബ പറയാണ്, പവിത്ര ലോകത്തില് ഒരു വികാരി പോലും ഉണ്ടാകില്ല. അപവിത്ര ദുനിയാമേം 5 വികാർ ഹെ ഇസ്ലിയെ കഹാ ജാതാ ഹെ വികാരി ദുനിയ. ഇനി അപവിത്രമായ ലോകം നോക്കുകയാണെങ്കിലോ അവിടെ 5 വികാരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിനെ എന്ത് വിളിക്കുന്നത്? വികാരി ലോകമെന്ന് വിളിക്കുന്നതെന്ന് ബാബ പറയാണ്. വഹ് ഹേ നിർവികാരി ദുനിയ. അതായത്
സത്യയുഗം എന്ന് പറയുന്നത് ഏതാണ്? നിർവികാരി ലോകമാണ്. നിർവികാരി ദുനിയാസെ സീഡി ഉതർത്തെ ഉതർത്തെ ഫിർ നീച്ചെ വികാരി ദുനിയാമേ ആത്തെ ഹെ. അപ്പോൾ നിർവികാരി ദുനിയ ഏതായിരുന്നു? സത്യയുഗം. ആ സത്യയുഗത്തിൽ നിന്നും നമ്മൾ ഏണിപ്പടി ഇറങ്ങി ഇറങ്ങി പിന്നീട് താഴെ വികാരിയായിട്ടുള്ള ലോകത്തിലേക്ക് എത്തുകയാണ് അല്ലേ? പതുക്കെ പതുക്കെ ഏണിപ്പടി ഇറങ്ങി പിന്നെ എവിടേക്ക് വരും? വികാരി ലോകം. അതായത് ദ്വാപര കലിയുഗം എത്തുമ്പോഴേക്കും വികാരി ലോകമായിട്ട് മാറാണ്. കാരണം അപ്പൊ വികാരങ്ങൾ തുടങ്ങാണ്. വഹ്ഹേ പാവൻ ദുനിയ യഹ്ഹേ പതി ദുനിയ. അപ്പൊ ബാബ പറയാണ് സത്യത്രേതായുഗം പാവന ലോകമാണ്, പക്ഷെ ഇത് പതീത ലോകമാണെന്ന് ബാബ പറയാ. വഹ്ഹേ ദിൻ സുഖ്, അതായത് സത്യയുഗം എന്ന് പറയുന്നത്, സ്വർഗം എന്ന് പറയുന്നത് പകലായിരിക്കും, അവിടെ സുഖമായിരിക്കും. യഹ്ഹേ ഭട്കനേക്കി രാത്ത്, ഇതാണെങ്കിലോ അലയുന്ന രാത്രിയാണെന്ന് പറയാ ബാബ. യൂത്തോ രാത്മേം കോയി ഭട്ടക്ത നഹി ഹേ. ബാബ പറയുന്നത് രാത്രിയിൽ അങ്ങനെ ആരും അലയുന്നില്ല. പരന്തു ഭക്തിക്കോ ഭട്ടക്ന കഹാ ജാത്താ ഹെ. ഇവിടെ രാത്രി എന്ന് പറയുന്നത് സ്ഥൂലമായ നമ്മൾ കാണുന്ന രാത്രിയും പകലുണ്ടല്ലോ, അതല്ല ഇവിടെ ബാബ പറയുന്നത്. രാത്രി എന്ന് പറയുന്നത് ഇവിടെ ഭക്തി മാർഗത്തെയാണ്. അപ്പൊ രാത്രിയിൽ അലയുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഭക്തി മാർഗത്തിലാണ് മനുഷ്യർ അലയുന്നത് അല്ലെ? ഭക്തി ചെയ്യുമ്പോൾ മനുഷ്യര് ജപം, അതുപോലെ തന്നെ തീർത്ഥസ്ഥാനങ്ങളിലേക്കുള്ള യാത്ര, ജപം, തപം, വ്രതങ്ങൾ എടുക്കുക, വ്രതാനുഷ്ഠാനങ്ങള്, പിന്നെ പല പല ക്ഷേത്രത്തിലേക്കുള്ള യാത്രകള്, അതൊക്കെ അലച്ചിലാണല്ലോ. അപ്പൊ അതാണ് ബാബ പറയുന്നത് ഭക്തി മാർഗത്തിലാണ് അലയുന്നത്, അതാണ് പറയുന്നത് എന്ന് പറയാ ബാബ. തും ബച്ചേ അബ് യഹാം ആയേ ഹോ സദ്ഗതി പാനെ. അപ്പൊ ബാബ പറയാണ് നിങ്ങൾ കുട്ടികൾ ഇവിടെ വന്നിട്ടുള്ളത് എന്തിനാണ്? സദ്ഗതി നേടുന്നതിനായിട്ടാണ്. തുമാരി ആത്മാമേം സബ് പാപ് ദേ പാഞ്ച് വികാർ ദേ. ബാബ പറയാണ് നിങ്ങൾ ആത്മാക്കളിൽ തന്നെയാണ് എല്ലാ പാപങ്ങളും ഉണ്ടായിരുന്നത്, അതുപോലെ 5 വികാരങ്ങളും ഉണ്ടായിരുന്നു എന്ന് ബാബ പറയാം. ഉന്മേംബി മുഖ്യഹേ കാം വികാർ. അതിൽ മുഖ്യമായിട്ടുള്ളത് ഏതാണ്? വികാരങ്ങളില് കാമവികാരമാണെന്ന് ബാബ പറയാ. ജിസ്സേഹി മനുഷ്യ പാപാത്മാ ബൻതേ ഹെ. ആ കാമവികാരത്തിലൂടെ തന്നെയാണ് മനുഷ്യരെന്തായി മാറുന്നത്? പാപ ആത്മാക്കളായിട്ട് മാറുന്നതെന്ന് ബാബ പറയാം. യഹ് തോ ഹർ ഏക് ജാൻതേ ഹെ ഹം പതീത് ഹെ ഓർ പാപ് ആത്മാ ബി ഹെ. അതായത് ഈ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. എന്താണ്? ഞങ്ങൾ പതീതമാണ്, ഞങ്ങൾ പാപാത്മാക്കളാണ് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുന്നുണ്ടെന്ന് ബാബ പറയാ. ഏക് കാം വികാർ കെ കാരൺ സബ് ക്വാളിഫിക്കേഷൻസ് ബിഗड़ पड़ती है, इसलिए बाप कहते हैं काम को जीतो तो तुम जगत जीत अर्थात नए विश्व के मालिक बनेंगे. അപ്പൊ ബാബ പറയാണ് ഈ ഒരേ ഒരു കാമവികാരം കാരണം കൊണ്ട് ബാബ പറയാണ് നിങ്ങളുടെ എല്ലാ ക്വാളിഫിക്കേഷൻ, അതായത് എന്തൊക്കെ നേട്ടമുണ്ടോ അതെല്ലാം ആകെ താറുമാറായി പോവുകയാണെന്ന് പറയാം. കാരണം ഒരേ ഒരു കാമവികാരം എന്ന ആ ഒരു അവഗുണം കാരണം. അതുകൊണ്ട് ബാബ പറയാണ് നിങ്ങൾ ആ കാമത്തിന് മേല് വിജയം നേടൂ. അങ്ങനെയാണെങ്കിൽ ബാബ പറയാണ് നിങ്ങൾക്ക് ജഗത് എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? പുതിയ ലോകത്തിന്റെ അധികാരിയായിട്ട് മാറാം. എങ്ങനെയാണെങ്കിൽ? കാമവികാരത്തെ നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ എന്ന് ബാബ പറയാം. തോ അന്തർമേം ഇത്തിനി ഖുഷി രഹിനി ചാഹിയേ. അതുകൊണ്ട് ബാബ പറയാണ് നിങ്ങൾക്കുള്ളിൽ അത്രയും സന്തോഷമുണ്ടായിരിക്കണം. കാരണം കാമമാകുന്ന വികാരത്തിന് മേൽ നമ്മൾ വിജയം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിന്റെ അധികാരികളാണ്? സ്വർഗത്തിന്റെ അധികാരികളാണ്. അപ്പൊ അത്രയും സന്തോഷം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണമെന്ന് ബാബ പറയാം. മനുഷ്യ പതീത് ബൻതേ ഹേ തോ കുച്ച് ബി സമജ്തേ നഹി. അപ്പൊ ബാബ പറയാണ് മനുഷ്യരാണെങ്കിലോ പതീതമായിട്ട് മാറിയിരിക്കുകയാണ്, അതുകൊണ്ട് ഇതൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന് പറയാ ബാബ. ബാബ സമജാത്തേ ഹേ കോയി ബി വികാർ നഹി ഹോനാ ചാഹിയേ. ബാബ നമുക്ക് മനസ്സിലാക്കി തരാണ് യാതൊരു തരത്തിലുള്ള വികാരങ്ങളും ഉണ്ടായിരിക്കരുത്. മുഖ്യ ഹേ കാം വികാർ ഇസ് പർ കിത്തനെ ഹംഗാമേ ഹോത്തേ ഹേ. ബാബ പറയണ അതിൽ മുഖ്യമായത് കാം വികാരമാണ്. ബാബ പറയാ ഇതിനു മേല് എത്രമാത്രം ബഹളങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് ബാബ പറയാ. ഗർ ഗർ മേം കിത്തനി അശാന്തി ഹാഹാകാർ ഹോ ജാത്താ ഹേ.
വീടുകളിൽ എത്രമാത്രം അശാന്തിയും അതുപോലെ തന്നെ നിലവിളികളുമൊക്കെയാണെന്ന് ബാബ പറയാം. ഇസ് സമയ ദുനിയാമേ ഹാഹാകാർ ക്യൂം ഹേ. ബാബ ചോദിക്കാണ്, ഈ ഒരു സമയത്ത് ലോകത്തില് എന്തുകൊണ്ടാണ് ഇത്രയും നിലവിളികളൊക്കെ ഉണ്ടാകുന്നത്? കാരണം ചോദിക്കുക ബാബ. ക്യോം കി പാപ് ആത്മായേം ഹേ. കാരണം എന്താണ്? എല്ലാവരും പാപാത്മാക്കളാണ്. അതുകൊണ്ടാണ് ലോകത്തിൽ ഇത്രയും പ്രശ്നങ്ങളും നിലവിളികളും അല്ലേ, എല്ലാം നമുക്കറിയാലോ. അപ്പൊ അതാ ബാബ പറയുന്നത്, അതിന് കാരണം എന്ന് പറയുന്നത് എല്ലാവരും പാപാത്മാക്കളാണെന്ന് പറയാ ബാബ. വികാരോം കെ കാരൺ ഹി ആസുർ വികാരോം കി കാരൺ ഹി അസുർ കഹാ ജാതാ ഹേ. ബാബ പറയുന്നത് വികാരത്തിന്റെ കാരണം, അതുകൊണ്ട് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, അസുരൻ എന്ന് പറയുന്നതെന്ന് ബാബ പറയാ. അബി തും സമജ്തേ ഹോ ഇസ് സമയ ദുനിയാമേ കോയി ബി കാം കി ചീസ് നെഹി ബംബോർക്കോ ആഗ് ലഗ്നി ഹേ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായി, ഈ ഒരു സമയത്ത് നമ്മൾ ലോകത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു വസ്തുവും പ്രയോജനമുള്ളതായിട്ടില്ല. ബാബ പറയുന്നത് ഈ വൈക്കോൽ കൂനയ്ക്ക് തീ പിടിക്കേണ്ടതുണ്ട് എന്ന് ബാബ പറയാ. ജോ കുച്ച് ഇൻ ആങ്കോം സേ ദേഖാ ജാതാ ഹേ സബ്കോ ആഗ് ലഗ് ജായേഗി. അപ്പൊ ബാബ പറയണ, എന്തൊക്കെയാണോ നിങ്ങൾ ഈ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം തീ പിടിക്കുന്ന പറയാ ബാബ, ഇതെല്ലാം വിനാശമാകും. ആത്മാക്കോത്തോ ആഗ് ലഗ്തി നഹി. പക്ഷെ ആത്മാവിനൊരിക്കലും തീ പിടിക്കില്ല എന്ന് പറയാ ബാബ. കാരണം നമുക്കറിയാം ആത്മാവ് അവിനാശിയാണ്. ആത്മാത്തോ സദൈവ് ജൈസേ ഇൻഷുർ ഹേ സദൈവ് ജീത്തി രേത്തി. അതായത് ആത്മാവ് ഇൻഷുർ ചെയ്ത പോലെയാണെന്ന് പറയാ ബാബ. അതായത് സദാ അത് ജീവിച്ചുകൊണ്ടേയിരിക്കും, അതിന് നാശമില്ല, നശിക്കില്ല. ആത്മാക്കോ കബി ഇൻഷുർ കരാത്തേ ഹേ ക്യാ. അപ്പൊ ബാബ ചോദിക്കുക, ആത്മാവിന് നിങ്ങൾ എപ്പോഴെങ്കിലും ഇൻഷുർ ചെയ്യാറുണ്ടോ? ശരീർക്കോ ഇൻഷുർ കരായ ജാത്താ ഹേ. നിങ്ങൾ ശരീരത്തിന് ഇൻഷുർ ചെയ്യാറുണ്ട് അല്ലെ, ശരീരത്തിന് ഇൻഷുറൻസ് ഒക്കെ നമ്മൾ എടുക്കാറുണ്ടല്ലോ. അതാ ബാബ പറയുന്നത്, നിങ്ങൾ ആത്മാവിനെ അങ്ങനെ എപ്പോഴെങ്കിലും ഇൻഷുർ ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുക ബാബ. ആത്മാ അവിനാശി ഹേ. ആത്മാവ് അവിനാശിയാണ്. ബച്ചോം കോ സമജായ ഗയാ ഹേ യഹ് കേൽ ഹേ. കുട്ടികൾക്ക് ഇതും മനസ്സിലായി കഴിഞ്ഞു, ഇതൊരു കളിയാണ് അല്ലെ. ബാബ എപ്പോഴും പറയാറുണ്ടല്ലോ, ആത്മാവിന്റെ ഒരു യാത്രയാണ്. ആത്മാവ് പതീതമാകുക, പാവനമാവുക, വീണ്ടും പതീതമാവുക, അതൊരു കളിയാണെന്ന് ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ആത്മാത്തോ ഊപ്പർ രഹനെ വാലി 5 തത്വം സേ ബിൽക്കുൽ അലഗ് ഹേ. ഈ ആത്മാവ് എന്ന് പറയുന്നത് മുകളിൽ അല്ലെ, ആത്മാവിന്റെ ലോകം ഏതാണ്? ശാന്തിധാമം. ആത്മാവ് എന്ന് പറയുന്നത് മുകളിൽ വസിക്കുന്ന 5 തത്വങ്ങളിൽ നിന്നും തികച്ചും വേറിട്ടതാണെന്ന് പറയാ ബാബ. 5 തത്വം സേ സാരി ദുനിയാക്കി സാമഗ്രി ബൻതി ഹേ. അതായത് ഈ 5 തത്വങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടാക്കുന്നത്. ആത്മാത്തോ നഹി ബൻതി. പക്ഷെ ആത്മാവിനെ ഉണ്ടാക്കുന്നില്ല അല്ലെ. ബാക്കി എന്ത് വസ്തു നോക്കാണെങ്കിലും ഈ 5 തത്വങ്ങളാൽ നിർമ്മിതമായ സാമഗ്രികളാണെന്ന് ബാബ പറയാ. ആത്മാ സദൈവ് ഹേഹി. പക്ഷെ ആത്മാവിനുണ്ടാക്കുന്നില്ല. കാരണം നമുക്കറിയാം ആത്മാവ് ഒരു എനർജിയാണ്. അതിന് നമുക്ക് പുതിയതായിട്ട് ഒരെണ്ണം ഉണ്ടാക്കാനോ ഉള്ളതിനെ നശിപ്പിക്കാനോ സാധിക്കില്ല. അതുകൊണ്ടാ ബാബ പറയുന്നത് ആത്മാവ് സദാ ഇവിടെയുണ്ട്. സിർഫ് പുണ്യാത്മാ പാപാത്മാ ബൻതി ഹേ. അപ്പൊ ആത്മാവിലുള്ള വ്യത്യാസം എന്താണ്? പുണ്യാത്മാവും പാപാത്മാവുമായിട്ട് മാറുന്നുണ്ടെന്ന് മാത്രം, അല്ലാതെ പുതിയതിനെ ഉണ്ടാക്കുക, പഴയതിനെ നശിപ്പിക്കുക, അങ്ങനെയൊന്നുമില്ല എന്ന് പറയാ ബാബ. ആത്മാ പർഹി നാം പഠിത്താ ഹേ പുണ്യ ആത്മാ പാപാത്മാ. ആത്മാവിന് തന്നെയാണ് ഇങ്ങനെയുള്ള പേര് വിളിക്കുന്നത്. എന്ത്? പുണ്യാത്മാവെന്നും പാപാത്മാവെന്നുള്ള പേരൊക്കെ ആത്മാവിന് തന്നെയാണ് വിളിക്കുന്നതെന്ന് ബാബ പറയാം. 5 വികാരോം സേ കിത്തനെ ഗന്ധേ ബൻ ജാത്തേ ഹേ. ബാബ പറയാണ്, ഈ 5 വികാരത്തിലൂടെ നിങ്ങൾ എത്രമാത്രം മോശമായിട്ട് മാറിയിരിക്കുകയാണ്. അബ് ബാപ്പ് ആയേ ഹേ പാപോം സേ ചുടാനെ. ഇപ്പൊ ബാബ എന്തിനാ വന്നിരിക്കുന്നത്? നമ്മൾ കുട്ടികളെ പാപങ്ങളിൽ നിന്നും മുക്തമാക്കാനാണ് വന്നിരിക്കുന്നത്. വികാർ ഹി സാരെ ക്യാരക്ടർ ബിഗഡ്തേ ഹേ. ഈ വികാരം തന്നെയാണ് നമ്മുടെ മുഴുവൻ സ്വഭാവത്തെയും നാശമാക്കുന്നതെന്ന് ബാബ പറയാം.
ക്യാരക്ടർ കിസ്കോ കഹാ ജാത്താ ഹെ യഹ് ബി സമജ്തേ നഹി. ഇനി സ്വഭാവം എന്ന് എന്തിനെയാണ് പറയുന്നത്, ഇതും മനസ്സിലാക്കുന്നില്ല എന്ന് ബാബ പറയാം. അല്ലെ, സ്വഭാവം എന്ന് പറയുമ്പോൾ സ്വന്തത്തിന്റെ ആ ഒരു ഭാവം അല്ലെ, അതായത് സ്വയം എന്ന് പറയുന്നത് നമ്മൾ ആത്മാവാണ്. അപ്പൊ ആ ആത്മാവിന്റെ ഭാവം എന്താണ് ശരിക്കും? ശാന്തി, ശക്തി, സ്നേഹം, പവിത്രത, ഇതൊക്കെയാണ് ആത്മാവിന്റെ സ്വഭാവം, അതായത് നിജമായ അതിന്റെ ഭാവം അതാണ്. അപ്പൊ പക്ഷെ സ്വഭാവം എന്ന് എന്തിനെയാണ് പറയുന്നതെന്ന് പോലും മനസ്സിലാക്കുന്നില്ല എന്ന് ബാബ പറയാം. യഹ് ഹേ ഊഞ്ച് തേ ഊഞ്ച് രുഹാനി ഗവൺമെന്റ്. ഇത് ഉയർന്നതിലും ഉയർന്ന ആത്മീയ ഗവൺമെന്റ് ആന്ന് പറയാ ബാബ. പാണ്ഡവ് ഗവൺമെന്റ് നാ കഹ് തുംകോ ഈശ്വരീയ ഗവൺമെന്റ് കഹ് സക്തേ ഹേ. ബാബ പറയാ, നിങ്ങളെ പാണ്ഡവ ഗവൺമെന്റ് എന്നതിന് പകരം ബാബ പറയാണ് ഈശ്വരീയ ഗവൺമെന്റ് എന്ന് പറയാം. പാണ്ഡവ ഗവൺമെന്റ് എന്ന് പറയാതെ ഈശ്വരീയ ഗവൺമെന്റ് എന്ന് പറയാൻ കഴിയുമെന്ന് ബാബ പറയാം. തും സമജ്തേ ഹോ ഹം ഈശ്വരീയ ഗവൺമെന്റ് ഹേ. അപ്പൊ ബാബ പറയാണ്, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അതായത് നമ്മൾ ഈശ്വരീയ ഗവൺമെന്റ് ആണ് എന്നുള്ളത്. ഈശ്വരീയ ഗവൺമെന്റ് ക്യാ കർത്തി ഹേ. ബാബ ചോദിക്കാണ്, ഈശ്വരീയ ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത്? ആത്മാവോം കോ പവിത്ര ബനാക്കർ ദേവത ബനാത്തി ഹേ. അപ്പൊ ഈശ്വരീയ ഗവൺമെന്റിന്റെ കർത്തവ്യം എന്താണ്? ആത്മാക്കളെ പവിത്രമാക്കി മാറ്റി അവരെ ദേവതമാരാക്കി മാറ്റുക. അതാണ് ഈശ്വരീയ ഗവൺമെന്റ് ചെയ്യുന്നത്. നെഹിതോ ദേവത കഹാംസെ ആയേ. അല്ലെങ്കിൽ ഈ ദേവതമാര് എവിടെ നിന്ന് വന്നുവെന്ന് ബാബ ചോദിക്കാണ്. യഹ് കോയി ബി നഹി ജാൻതേ ഹേ തോ യഹ് ബി മനുഷ്യ പരന്തു ദേവത കൈസേ ദേ കിസ്നെ ബനായ. അപ്പൊ ബാബ ചോദിക്കാണ്, ഈ ഒരു കാര്യം ആർക്കും അറിയില്ല, ഈ ദേവതമാര് എവിടെ നിന്ന് വന്നു എന്നുള്ളത് ആർക്കും അറിയുന്നില്ല. അപ്പൊ ബാബ പറയാണ്, അവര് മനുഷ്യര് തന്നെയാണ്, പക്ഷെ എന്താണ്, അവര് ദേവതയായിട്ട് എങ്ങനെ മാറി? അല്ല, ദേവതമാരെ കാണുമ്പോൾ മനുഷ്യരൂപം തന്നെയാണല്ലോ, പക്ഷെ അവരെ എന്തുകൊണ്ടാണ് ദേവത എന്ന് പറയുന്നത്? അവര് ദേവതമാരായിട്ട് എങ്ങനെയാണ് മാറിയത്? ആരാണ് മാറ്റിയത്? ബാബ ചോദിക്കാം. ദേവതാവും തോ ഹോത്തേ ഹി ഹേ സ്വർഗമേ. ദേവതമാരെ എവിടെയാ കാണാ? സ്വർഗത്തിലാണ് കാണാൻ ദേവതമാരെ. തോ ഉനോം കോ സ്വർഗവാസി കിസ്നെ ബനായ. അങ്ങനെയാണെങ്കിൽ ഈ ദേവതമാരെ സ്വർഗവാസിയാക്കി മാറ്റിയത് ആരാണ്? ബാബ ചോദിക്കുക. സ്വർഗവാസി ഫിർ ജരൂർ നർഗവാസി ബൻതേ ഹേ ഫിർ സ്വർഗവാസി. സ്വർഗവാസി ആയിരിക്കുന്നവര് പിന്നെ വീണ്ടും എന്തായി മാറും? നരകവാസിയായി മാറും. പിന്നെ വീണ്ടും എന്തായി മാറും? സ്വർഗവാസിയായിട്ട് മാറുമെന്ന് ബാബ പറയാം. യഹ് ബി തും നഹി ജാൻതേ ദേ തോ ഓർ ഫിർ കൈസേ ജാനേംഗേ. ബാബ പറയാണ്, ഈ ഒരു കാര്യം നിങ്ങൾക്കേ അറിയുന്നില്ല എങ്കിൽ പിന്നെ വേറെ ആർക്ക് എങ്ങനെ മനസ്സിലാക്കാനാണെന്ന് ബാബ പറയാ. പിന്നെ മറ്റുള്ളവർക്ക് എങ്ങനെ ഇതറിയാൻ കഴിയും? അബ് തും സമജ്തേ ഹോ കി ഡ്രാമ ബനാ ഹുവാ ഹേ ഇത്തനെ സബ് ആക്ടേഴ്സ് ഹേ. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഈ ഡ്രാമ ഉണ്ടാക്കപ്പെട്ടതാണ്. എത്രമാത്രം അഭിനേതാക്കളാണ് ഇതിലെന്ന് ബാബ ചോദിക്കാം. യഹ് സബ് ബാത്തേം ബുദ്ധിമേം ഹോനി ചാഹിയേ. അപ്പൊ ബാബ പറയാണ്, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. പഠായി തോ ബുദ്ധിമേം ഹോനി ചാഹിയേന ഓർ പവിത്ര ബി സരൂർ ബന്നാ ഹേ. അതായത് പഠിപ്പ് തീർച്ചയായിട്ടും ബുദ്ധിയിൽ ഉണ്ടായിരിക്കണ്ടേ? അല്ലെ, നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ എന്താണോ പഠിക്കുന്നത് അത് ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മളെ പഠിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അതാ ബാബ പറയുന്നത്, പഠിപ്പ് തീർച്ചയായിട്ടും ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. അതുകൂടാതെ എന്തുമാകണം? പവിത്രമായിട്ട് മാറുകയും വേണം. തീർച്ചയായിട്ടും പവിത്രമായിട്ട് മാറണമെന്ന് ബാബ പറയാം. പതീത് ബന്ന ബഹുത്ത് ഖരാബ് ബാത്ത് ഹേ. അതായത് ഈ പതീതമായിട്ട് മാറുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്ന് ബാബ പറയാം. ആത്മാഹി പതീത് ബൻതി ഹേ. ആത്മാവ് തന്നെയാണ് പതീതമായിട്ട് മാറുന്നത് എന്ന് ബാബ പറയാം. ഏകുദോമേം പതീത് ബൻതേ ഹേ. പരസ്പരം പതീതമായിട്ട് മാറുകയാണ്. പതീതോം കോ പാവൻ ബനാന യഹ് തുമാര ദന്താ ഹേ. പതീതരായിട്ടിരിക്കുന്നവരെ പാവനമായിട്ട് മാറ്റുക എന്നുള്ളത് നിങ്ങളുടെ ജോലിയാണെന്ന് ബാബ പറയാം. പാവൻ ബനോ തോ പാവൻ ദുനിയാമേം ചലേങ്കെ. പാവനമായിട്ട് മാറിയാൽ പാവനമായ ലോകത്തിലേക്ക് പോകാമെന്ന് ബാബ പറയാം.
യഹ് ആത്മാ സമജ്തി ഹെ, ഈ ഒരു കാര്യം ആത്മാവ് മനസ്സിലാക്കുന്നുണ്ട്. ആത്മാ നാ ഹോ തോ ശരീർ ബി ടഹർ നാ സകെ, റെസ്പോണ്ട് മിൽ നാ സകെ. ഇനി അഥവാ ആത്മാവ് ഇല്ല എന്ന് കരുതൂ, അപ്പൊ പിന്നെ ശരീരവുമില്ല അല്ലെ. ശരീരത്തിനും പിന്നെ മറുപടി ഒന്നും നൽകാനോ റെസ്പോണ്ട് ചെയ്യാനോ ഒന്നും ശരീരത്തിന് കഴിയില്ല. കാരണം എന്തുകൊണ്ടാണ്? ആത്മാവില്ല. അതാ ബാബ പറഞ്ഞ, ആത്മാവില്ലെങ്കിൽ ശരീരവുമില്ല. അതുപോലെ തന്നെയാണ് ആത്മാ ജാൻതി ഹേ ഹം അസുൽ പാവൻ ദുനിയാ കെ രഹവാസി ഹേ. ആത്മാവ് മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ തീർച്ചയായും പവിത്രമായ പാവനമായിട്ടുള്ള ലോകത്തിലെ വസിക്കുന്നവരായിരുന്നു എന്നുള്ളത് ആത്മാവ് മനസ്സിലാക്കുന്നുണ്ട്. തും ബിൽക്കുൽ ഹി ബേസമജ് ദേ, ഇസ്ലിയെ പതീത് ദുനിയാ കെ ലായക് ബൻ പടേ ഹോ. ബാബ പറയുന്നത്, നിങ്ങൾ തികച്ചും വിവേകശൂന്യരായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ പതീത ലോകത്തിലേക്കുള്ള യോഗ്യരായിട്ട് മാറിയതെന്ന് ബാബ പറയാം. अब जब तक पावन नहीं बनेंगे तब तक स्वर्ग के लायक नहीं बन सकेंगे. അപ്പൊ ബാബ പറയണത്, ഇപ്പോ നിങ്ങൾ ഏതുവരെ നിങ്ങൾ പാവനമായിട്ട് മാറുന്നില്ലയോ അതുവരെ നിങ്ങൾ സ്വർഗത്തിലേക്ക് യോഗ്യരായിട്ട് മാറാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ബാബ പറയാം. അപ്പൊ പാവനമായിട്ട് മാറിയാലേ നമ്മൾ സ്വർഗത്തിലേക്കുള്ള യോഗ്യരായിട്ട്, സ്വർഗത്തിലേക്ക് പോകാൻ യോഗ്യരായിട്ട് മാറുകയുള്ളൂ. എപ്പോ? പാവനമായിട്ട് മാറിയാൽ. അതാണ് ബാബ പറയുന്നത്. സ്വർഗ് ബി ബേട്ട് ബി സംഗം പർ ഹി ജാതി ഹെ. ഇപ്പൊ സ്വർഗത്തെയും താരതമ്യം ചെയ്യുന്നത് എവിടെയാണ്? ഈ സംഗമ യുഗത്തിൽ തന്നെയാണെന്ന് ബാബ പറയാ. വഹാം തോടെ ഹി ബേട്ട് കർ സക്കേങ്കെ. ഇപ്പൊ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പിന്നെ എന്തായിട്ടാണ് താരതമ്യം ചെയ്യുക എന്ന് ബാബ പറയാം. പക്ഷെ താരതമ്യം നടക്കുന്നത് എവിടെയാണ്? അതിവിടെ സംഗമയുഗത്തിലാണെന്ന് ബാബ പറയാം. ഈ സംഗമയുഗ് പർ ഹി തുംകോ സാരാ ജ്ഞാൻ മിൽത്താ ഹേ. ഈ സംഗമയുഗത്തിൽ തന്നെയാണ് നിങ്ങൾ കുട്ടികൾക്ക് മുഴുവൻ ജ്ഞാനവും ലഭിക്കുന്നതെന്ന് ബാബ പറയാം. പവിത്ര ബന്നേക്ക ഹത്തിയാർ മിൽത്താ ഹേ. പവിത്രമായിട്ട് മാറുന്നതിനുള്ള ആയുധവും നിങ്ങൾക്ക് ഇപ്പോഴാണ്, ഈ ഒരു സമയത്താണ് ലഭിക്കുന്നത്. ഏക് കോ ഹി കഹാ ജാതാ ഹേ പതീത് പാവൻ ബാബ, ഹംകോ ഏസാ പാവൻ ബനാവോ. അതായത് ഒന്നിനെ മാത്രം തന്നെയാണ് പറയുന്നത്. എന്ത്? പതീത പാവനനായ ബാബ എന്ന് ഒന്നിനെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആ ബാബോട് എന്ത് പറയും? ഞങ്ങളെയും ഇതുപോലെ പാവനമാക്കി മാറ്റൂ എന്ന് പറയും. യഹ് സ്വർഗക്കെ മാലിക് ഹേന. അതായത് ബാബ പറയുന്നത്, ലക്ഷ്മി നാരായണന്മാര് സ്വർഗത്തിന്റെ അധികാരികളല്ലേ എന്ന് ബാബ പറയാ. തും ജാൻതേ ഹോ ഹം ഹി സ്വർഗ കെ മാലിക് ദേ, ഫിർ 84 ജന്മ ലേക്കർ പതീത് ബനേ ഹേ. അതായത് നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ തന്നെയായിരുന്നു സ്വർഗത്തിന്റെ അധികാരികൾ. പിന്നീട് 84 ജന്മം എടുത്തെടുത്ത് നമ്മൾ എന്തായി മാറി? പതീതമായിട്ട് മാറി എന്ന് ബാബ പറയാ. ശ്യാം ഓർ സുന്ദർ ഇൻകാ നാം ബി ഏസാ രഖാ ഹേ. അപ്പൊ ശ്രീകൃഷ്ണന്റെ പേരും എങ്ങനെയാണ്? ശ്യാമസുന്ദരൻ അല്ലെ. അങ്ങനെ ശ്രീകൃഷ്ണന്റെ പേരുണ്ടല്ലോ. ശ്രീകൃഷ്ണൻ അങ്ങനെ ഒരു പേരും വെച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണ കാ ചിത്ര ശ്യാം ബനാ ദേത്തെ ഹേ പരന്തു അർത്ഥത്തോടെ ഹി സമജ്തേ ഹേ. അതായത് ബാബ പറയാണ്, ശ്രീകൃഷ്ണന്റെ ചിത്രം കറുത്തതായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ അതിന്റെ അർത്ഥം എന്താണ് ഇത് ഒട്ടും മനസ്സിലാക്കുന്നില്ല എന്ന് ബാബ പറയാ. കൃഷ്ണ കി ബി തുംകോ കിത്നി ക്ലിയർ സമജാനി മിൽത്തി ഹേ. കൃഷ്ണന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എത്ര ക്ലിയർ ആയിട്ട്, വ്യക്തമായിട്ടാണ് നിങ്ങൾക്ക് അതിന്റെ അറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ശ്രീകൃഷ്ണനെ കുറിച്ച്. അപ്പൊ നമുക്കറിയാം, കൃഷ്ണനെ കറുത്തതായിട്ടും വെളുത്തതായിട്ടും കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? കൃഷ്ണന്റെ ആത്മാവ് തന്നെയാണ് പാവനമായിരുന്നതും പിന്നീട് ജന്മങ്ങൾ എടുത്തെടുത്ത് പതീതമായിട്ട് മാറുന്നതും. അപ്പൊ ആ പതീതമായിട്ട് മാറി അല്ലെ, മോശമായിട്ട് മാറി അല്ലെങ്കിൽ പതീതമായിട്ട് മാറി എന്നത് കാണിക്കാനാണ്, ആത്മാവില് കറ പറ്റിയെന്ന് കാണിക്കാനാണ് കറുത്തതായിട്ട് ഉണ്ടാക്കുന്നത്. അതാണ് ബാബ പറയുന്നത്, ഓരോ കാര്യങ്ങളെയും കുറിച്ച്, ഇപ്പൊ കൃഷ്ണന്റെ തന്നെ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എത്ര ക്ലിയർ ആയിട്ടാണ് അറിവ് ലഭിക്കുന്നതെന്ന് ബാബ പറയാം. ഇൻമേ ദോ ദുനിയ കർ ദി ഹേ. അതായത് ഇതിനെ തന്നെ, ഇവിടെ തന്നെ 2 ലോകമാക്കി മാറ്റി. വാസ്തവമേം ദോ ദുനിയാത്തോ ഹേ നഹി. ബാബ പറയാണ്, വാസ്തവത്തില് 2 ലോകം അങ്ങനെ ഇല്ല. ദുനിയ ഏക് ഹി ഹേ. ലോകം ഒന്ന് തന്നെയുള്ളൂ. വഹ് നയി ഓർ പുരാനി ഹോത്തി ഹേ. എന്താണ് വ്യത്യാസം വരുന്നത്? ആ ലോകം ഒന്നേയുള്ളൂ, പക്ഷെ ആ ലോകം തന്നെയാണ്
പുതിയതാകുന്നതും പിന്നീട് പഴയതാകുന്നതൊക്കെ ആ ഒരൊറ്റ ലോകം തന്നെയാണെന്ന് ബാബ പറയാം. പഹലെ ചോട്ടെ ബച്ചെ നയേ ഹോത്തെ ഹേ ഫിർ ബഡേ ബൻ ബൂഡേ ഹോത്തെ ഹേ. അതായത് ആദ്യം ചെറിയ കുട്ടി ആദ്യം നമുക്ക് എങ്ങനെയാണ്? പുതിയതാണ് അല്ലെ, പുതിയതായിരിക്കും. പിന്നീട് വലുതാകുമ്പോൾ വലുതായി പിന്നെ എന്തായും അവര് വയസ്സാകും അല്ലെ, വൃദ്ധനായിട്ട് മാറും. അതാ ബാബ പറയുന്നത്. तो तुम कितना मादा मारते हो समझाने के लिए अपनी राजधानी സ്ഥാപൻ कर रहे हो ना. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കി കൊടുക്കുന്നതിന് നിങ്ങൾ എത്രയാണ് തലയിട്ടുടയ്ക്കുന്നതെന്ന് ബാബ പറയാ. അത്രയും നമുക്ക് പരിശ്രമമുണ്ട് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അത് കാരണം ഇവിടെ നമ്മളുടെ രാജധാനി സ്ഥാപിതമായിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ബാബ പറയാണ്. ലക്ഷ്മി നാരായണനെ സമജാഹേന. അപ്പൊ ലക്ഷ്മി നാരായണനും എന്താണ്? ഇതൊക്കെ അറിയാലോ അവർക്കും. സമജസെ കിത്തനെ മീറ്റേ ബനേഹേ. അപ്പൊ ബാബ പറയാണ്, ഈ അറിവ് ലഭിക്കുന്നതിലൂടെ, ഇതെല്ലാം മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾ എത്ര മധുരമായിട്ടാണ് മാറുന്നത് എന്ന് ബാബ പറയാം. കിസ്നെ സമജായ. ഇതാരാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നത്? അതായത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആരാണ് മനസ്സിലാക്കി തന്നത്? ഭഗവാനെ. ഭഗവാനാണ് ഇതെല്ലാം മനസ്സിലാക്കി തന്നത്. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ എന്തായി മാറുന്നത്? വളരെ മധുരമായിട്ട് മാറുന്നതും അങ്ങനെയാണെന്ന് പറയാ ബാബ. ലഡായി ആദി കീതോ ബാത്ത് ഹി നഹി. പക്ഷെ ഇവിടെ യുദ്ധം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെയുള്ള അതിന്റെ ഒരു കാര്യവും ഇവിടെ ഇല്ല എന്ന് ബാബ പറയാ. ഭഗവാൻ കിത്തന സമജ്ദാർ നോളജ്ഫുൾ ഹേ. ഭഗവാനാണെങ്കിലോ എത്രമാത്രം വിവേകശാലി, അതുപോലെ തന്നെ നോളജ്ഫുൾ അല്ലെ, ജ്ഞാനത്താൽ നിറഞ്ഞത് ആണ് ഭഗവാൻ. കിത്തന പവിത്ര ഹേ. എത്രമാത്രം പരിശുദ്ധമാണ്. शिव के चित्र आगे सब मनुष्य जाकर नमन करते हैं, परंतु वह कौन है, क्या करते हैं, यह कोई नहीं जानते. അതായത് ഇപ്പൊ ക്ഷേത്രത്തിലൊക്കെ, ശിവക്ഷേത്രത്തിലൊക്കെ ശിവഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ പോയിട്ട് എല്ലാവരും നമസ്കരിക്കുന്നുണ്ട് അല്ലെ. പക്ഷേ അത് ആരാണ്, എന്താണ് കർത്തവ്യം, എന്താണ് ചെയ്യുന്നത്, ഇതൊന്നും തന്നെ ബാബ പറയുന്നത് ആർക്കും അറിയുന്നില്ല. കാരണം ഇതൊക്കെ ചെയ്യുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട് അല്ലെ, മഹിമ പാടുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ ആരാണ് എന്താണ് എന്നൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന് ബാബ പറയാം. ശിവകാശി വിശ്വനാഥ് ഗംഗ ബസ് സിർഫ് കർത്തേ രഹത്തെ ഹെ. അതായത് ശിവകാശി വിശ്വനാഥ ഗംഗ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്, കേവലം അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അർത്ഥ ജരാബി നഹി സമജത്തെ. പക്ഷെ എന്താണ് ഇതിന്റെ യഥാർത്ഥ അർത്ഥമെന്ന് ഒട്ടും മനസ്സിലാക്കുന്നില്ല എന്ന് ബാബ പറയാം. സമജാവോ തോ കഹേങ്കെ തും ക്യാ ഹംകോ സമജായേങ്കെ. അഥവാ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുകയാണെന്ന് കരുതുക. അങ്ങനെ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ബാബ പറയുന്നത്, അവര് പറയും, നിങ്ങൾ എന്താണ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്? ഹം തോ വേദശാസ്ത്ര ആദി സബ് പഠേഹേ. ഞങ്ങളാണെങ്കിൽ വേദങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം പഠിച്ചിട്ടുണ്ട്, പിന്നെ നിങ്ങൾ എന്താണ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് എന്ന് ചോദിക്കും. परंतु राम राज्य किसको कहा जाता है यह भी कोई जानते नहीं. അതായത് വേദങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം പഠിച്ചിട്ടുണ്ട്, പക്ഷെ രാമരാജ്യം എന്താണ് അതും ആർക്കും അറിയില്ല എന്ന് ബാബ പറയാം. രാമരാജ്യ സത്യുഗ് നൈ ദുനിയാക്കോ കഹാ ജാത്താ ഹെ. രാമരാജ്യം എന്ന് പറയുന്നത് സത്യയുഗം ആകുന്ന പുതിയ ലോകത്തെയാണ് എന്ത് പറയുന്നത്? രാമരാജ്യം. തുമാരെ മേം ബി നമ്പർ വാർ ഹേ ജിൻകോ ധാരണ ഹോത്തി ഹേ. അതായത് ഈ ധാരണയാകുന്ന, ഈ ബാബ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ധാരണയാകണമല്ലോ. ആ ധാരണയാകുന്ന കാര്യത്തിലും നിങ്ങൾ കുട്ടികൾ നമ്പർ വാർ ആണ്. എല്ലാവരും ഒരുപോലെ ധാരണ ചെയ്യില്ല എന്ന് ബാബ പറയാം. കൈ തോ ഭൂൽ ബി ജാത്തെ ഹേ ക്യോംകി ബിൽകുൽ ഹി പത്തർ ബുദ്ധി ബൻ ഗയേ ഹേ. ബാബ പറയുന്നത് കുറെ പേരൊക്കെ എന്താണ് ഇതെല്ലാം മറക്കും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? തികച്ചും അവര് കല്ല് ബുദ്ധിയായിട്ട് മാറിക്കഴിഞ്ഞു എന്ന് ബാബ പറയാം. അപ്പൊ കേൾക്കും, ചിലപ്പോൾ മനസ്സിലാക്കില്ല, അഥവാ മനസ്സിലാക്കി തന്നെ അത് മറന്നു പോകുന്നുണ്ട്. ബാബ പറയാം അത്രയും കല്ല് ബുദ്ധിയായി മാറിക്കഴിഞ്ഞു എന്ന് പറയാ ബാബ. तो अब पारस बुद्धि जो बने है उनका काम है औरों को पारस बुद्धि बनाना. ഇപ്പൊ ബാബ പറയാണ്, ഇപ്പോ ആരാണോ പവിഴ ബുദ്ധിയായിട്ട് മാറുന്നത് അവരുടെ ജോലിയാണ് മറ്റുള്ളവരെയും പവിഴ ബുദ്ധികളാക്കി മാറ്റുക എന്നുള്ളത്.
पत्थर बुद्धि की एक्टिविटी वही चलती रहेगी क्योंकि हंस और बगुले हो गए ना. അതായത് പത്തർ ബുദ്ധിയായിട്ടിരിക്കുന്ന കുട്ടികൾ അല്ലെ, അതായത് കല്ല് ബുദ്ധിയായിട്ടിരിക്കുന്നവരുടെ പ്രവൃത്തികൾ എങ്ങനെയായിരിക്കും? അവര് എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? ഹംസവും കൊറ്റിയായിട്ടൊക്കെ മാറുകയല്ലേ. അപ്പൊ അതുകൊണ്ട് അവരുടെ പ്രവൃത്തികളൊക്കെ അതുപോലെ ആയിരിക്കുമെന്ന് ബാബ പറയാ. ഹൻസ് കബി കിസ്കോ ദുഃഖ് നഹി ദേത്തെ. ഹംസം ഒരിക്കലും ആർക്കും ദുഃഖം കൊടുക്കില്ല അല്ലെ. അതായത് അവരിൽ എന്തായിരിക്കും? ദൈവിക ഗുണങ്ങളായിരിക്കും, ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് നടക്കുന്നവരായിരിക്കും. അപ്പൊ അവര് എന്താണ്? ആർക്കും ദുഃഖം കൊടുക്കില്ല എന്ന് ബാബ പറയാ. बगुले दुख देते हैं, कई है जिनकी चाल ही बगुले मिसल होती है, उनमें सब विकार होते हैं. പക്ഷെ കൊറ്റികളാണെങ്കിലോ ദുഃഖം നൽകിക്കൊണ്ടിരിക്കും. ചിലരുണ്ട് ബാബ പറയണത് അവരുടെ പെരുമാറ്റം തന്നെ കൊറ്റികളുടെ പോലെയാണെന്ന് പറയാ. കാരണം അവരിൽ അത്രയും വികാരവും ഉണ്ടായിരിക്കും, അവർ മറ്റുള്ളവർക്ക് ദുഃഖവും കൊടുത്തുകൊണ്ടിരിക്കും. യഹാം ബി ऐसे बहुत വികാരി ആ ജാത്തെ ഹേ ജിസ്കോ അസുർ കഹാ ജാത്താ ഹെ. ബാബ പറയുന്നത് ഇവിടെയും പല രീതിയിലുള്ള വികാരി കുട്ടികൾ ഇവിടെയും വരുന്നുണ്ടെന്ന് പറയാ. അനേകം വികാരി കുട്ടികളും ഇവിടെ വരുന്നുണ്ട്. അവരെ എന്താണ് ബാബ പറയുന്നത്? അസുർ എന്നാണെന്ന് പറയാ, അസുരൻ എന്നാണ് വിളിക്കുക. പഹജാൻ നഹി സക്തി, അതായത് തിരിച്ചറിയാനേ സാധിക്കില്ല എന്ന് ബാബ പറയാ. ബഹുത്ത് സെന്റേഴ്സ് പർ ബി വികാരി ആത്തെ ഹെ, ബഹാന ബനാത്തെ ഹെ, ഹം ബ്രാഹ്മൺ ഹെ പരന്തു ഹെ ജൂട്ട്. ബാബ പറയണത് ധാരാളം സെന്ററിലും ഇതുപോലെ വികാരികളായിട്ടുള്ള കുട്ടികൾ വരുന്നുണ്ട്. അവരിങ്ങനെ പല ഒഴിവ് കഴിവുകളും പറയും. ഞങ്ങൾ ബ്രാഹ്മണനാണെന്നും പറയും. പക്ഷെ ബാബ പറയുന്നത് ഇതെല്ലാം അസത്യമാണെന്ന് പറയാ ബാബ. ഇസ്കോ കഹാ ഹി ജാത്താ ഹെ ജൂട്ടി ദുനിയ. ഇതിനെ തന്നെയാണ് പറയുന്നത് അസത്യമായ ലോകം. അബീഹെ സംഗം. ഇപ്പൊ നോക്കാണെങ്കിലോ ഇത് സംഗമമാണ്. കിത്തന ഫർക്ക് രഹത്താ ഹെ. ബാബ പറയാണ് വഹ് നയി ദുനിയ സച്ചി ദുനിയ ഹെ. അതായത് ബാബ പറയുന്നത്, അതായത് ഈ ഒരു ലോകത്തിനെ നമ്മൾ എന്ത് പറയും? തെറ്റായ അസത്യമായ ലോകം എന്ന് പറയും. പക്ഷെ സ്വർഗം, അതായത് സത്യയുഗത്തിന് എന്താ പറയാ? സത്യമായ ലോകം എന്ന് പറയും. പക്ഷെ ഇതെന്താണ്? സംഗമമാണ്. എത്രമാത്രം വ്യത്യാസമാണെന്ന് ബാബ പറയാ അല്ലെ. സംഗമയുഗം, സത്യയുഗം, അതുപോലെ തന്നെ അസത്യമായ ലോകം, ഇതൊക്കെ തമ്മിൽ എത്ര വ്യത്യാസമാണ് എന്ന് ബാബ പറയാ. ജോ ജൂട്ട് ബോൾനെ വാലെ ജൂട്ടാ കാം കർനെ വാലെ ഹെ വഹ് തേർഡ് ഗ്രേഡ് ബൻതെ ഹെ. അപ്പൊ ബാബ പറയാണ് ആരാണോ നുണ പറയുന്നവരായിട്ടുള്ള കുട്ടികൾ, അതുപോലെ അസത്യമായിട്ടുള്ള കർമ്മങ്ങൾ അല്ലെ ജോലികളൊക്കെ ചെയ്യുന്നവര്, അവര് തേർഡ് ഗ്രേഡിലേക്ക് ആയി മാറുമെന്ന് പറയാ ബാബ. ഫസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡ് തോ ഹോത്തേ ഹേന. ഫസ്റ്റ് ഗ്രേഡും ഉണ്ട്, സെക്കൻഡ് ഗ്രേഡും ഉണ്ട്, തേർഡ് ഗ്രേഡ് അങ്ങനെയൊക്കെ ഉണ്ട്. അതില് എന്താണ്? കള്ളം പറയുക, അതുപോലെ തന്നെ എന്താണ് അസത്യമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുക, അങ്ങനെയുള്ളവരാണ് തേർഡ് ഗ്രേഡിലേക്ക് പോവാന്ന് ബാബ പറയാ. ബാപ്പ് കഹത്തെ ഹേ പവിത്രതാ കാ ബി പൂര സബൂത്ത് ദേനാ ഹെ. അപ്പൊ ബാബ പറയാണ് കുട്ടികളോട്, നിങ്ങൾ പവിത്രതയുടെ മുഴുവനായിട്ടുള്ള തെളിവ് നിങ്ങൾ നൽകണം. കൈ കഹത്തെ ഹേ യഹ് ദോനോ ഇക്കട്ടെ രഹ്കർ പവിത്ര രഹ്നെ യഹ് തോ ഇമ്പോസിബിൾ ഹേ. അതായത് കുറച്ചു പേര് അങ്ങനെ പറയും, അതായത് ഇവര് രണ്ടുപേരും അങ്ങനെ ഒരുമിച്ചിരുന്നു കൊണ്ട് പവിത്രമായിട്ടിരിക്കുക അത് അസംഭവ്യമാണെന്ന് പറയുന്നവരുണ്ട്. തോ ബച്ചോംകോ സമജാനാ ചാഹിയെ. ബാബ പറയുന്നത് അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണമെന്ന് പറയാ ബാബ. യോഗബൽ നാ ഹോനെ കാരൺ ഇത്തിനി സഹജ് ബാത്ത് ബി പൂരി രീതി സമജാ നഹി സക്തേ ഹേ. ബാബ പറയാണ് ഈ യോഗബലത്തിന്റെ കുറവ് കാരണം, യോഗബലം ഇല്ലാത്തതു കാരണം ബാബ പറയുന്നത് ഇത്രയും സഹജമായ ഈ ഒരു കാര്യം വരെ നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് ബാബ പറയാണ്. ഉൻകോ യഹ് ബാത്ത് കോയി നഹി സമജാത്തേ കി യഹാം ഹംകോ ഭഗവാൻ പഠാത്തേ ഹേ. അതായത് ഇവിടെ നമ്മളെ ഭഗവാനാണ് പഠിപ്പിക്കുന്നത് എന്ന കാര്യവും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നില്ല. അതെന്തിന്റെ കുറവ് കൊണ്ടാണ്? യോഗബലത്തിന്റെ കുറവാന്ന് ബാബ പറയാ. വഹ് കഹത്തെ പവിത്ര ബന്നെ സേ തും 21 ജന്മ സ്വർഗ കെ മാലിക് ബനേംഗെ. അതായത് ബാബ പറയാണ് നിങ്ങൾ പവിത്രമായിട്ട് മാറുകയാണെങ്കിൽ 21 ജന്മത്തേക്ക് നിങ്ങൾ സ്വർഗത്തിന്റെ അധികാരികളായിട്ട് തീരും. അത്
ബാബ പറയുകയാണ്. വഹ്ഹേ പവിത്ര ദുനിയ, അതിനെയാണ് പറയുന്നത് പവിത്രമായ ലോകം. പവിത്ര ദുനിയാമേ പതീത് കോയി ഹോ നാ സകെ, അതായത് പവിത്രമായ ലോകത്തില് എന്താണ് ബാബ പറയുന്നത്, പതീതരായിട്ടുള്ള ആരും തന്നെ ഉണ്ടാകാൻ സാധ്യമല്ല എന്ന് പറയാ ബാബ. 5 വികാർ ഹി നഹി, അവിടെ 5 വികാരങ്ങളുമില്ല. വഹ് ഹേ വൈസ്ലെസ് വേൾഡ്, അതിനെ പറയുന്നതാണ് നിർവികാരി ലോകം. യഹ് ഹേ വിശേഷ് വേൾഡ്, ഇതിനെ പറയുന്നതോ നിർവികാരി ലോകം. ഇത് വികാരി ലോകമാണ്, പക്ഷെ സത്യത്രേതായുധ എന്താ പറയാ, നിർവികാരി ലോകം. हमको सतयुग की बादशाही मिलती है तो हम एक जन्म के लिए क्यों नहीं पावन बनेंगे. ബാബ പറയാണ്, നമ്മൾക്ക് സത്യയുഗത്തിലെ ചക്രവർത്തി പദവി കിട്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ജന്മം പാവനമായിട്ട് മാറിക്കൂടാ എന്ന് ബാബ ചോദിക്കുക. ജബർദസ്ത് ലോട്ടറി മിൽത്തി ഹേ ഹംകോ, അല്ലെ, വളരെ ഉന്നതമായ ലോട്ടറിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. തോ ഖുഷി ഹോത്തി ഹേ, അപ്പൊ സന്തോഷം ഉണ്ടാകണ്ടേ നമുക്ക്, അത്രയും ഉയർന്ന ലോട്ടറിയാണ് ലഭിക്കുന്നത്. കാരണം സത്യുഗ രാജധാനി അല്ലെ, അതിന്റെ ചക്രവർത്തി പദവി ലഭിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകണ്ടേ എന്ന് ബാബ ചോദിക്കാം. ദേവി ദേവത പവിത്ര ഹേന, ദേവി ദേവതമാര് പവിത്രമായിരിക്കും. അപവിത്ര സേ പവിത്ര ബി ബാപ്പ് ഹി ബനായേങ്കെ, ആ പവിത്രത്തിൽ നിന്നും പവിത്രമാക്കി മാറ്റുന്നതും ബാബ തന്നെയാണ്, അല്ലെ, ബാബ തന്നെയാണത് നമ്മളെ പവിത്രമാക്കി മാറ്റുന്നത്. തോ ബത്താന ചാഹിയേ ഹംകോ യഹ് ടെംപ്റ്റേഷൻ ഹേ, അപ്പൊ നമ്മളത് പറയണം, അതായത് ഞങ്ങൾക്ക് ഇങ്ങനെയായിട്ട് മാറുക തന്നെ വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ബാപ്പ് ഹി ഏസാ ബനാത്തേ ഹേ, ബാബ തന്നെയാണ് ഞങ്ങളെ പാവനമാക്കി മാറ്റുന്നത്. ബാപ്പ് ബിഗർത്തോ നൈ ദുനിയ കോയി ബനാ നാ സകേ, ബാബ പറയാണ്, ബാബയെ കൂടാതെ പുതിയ ലോകം ഉണ്ടാക്കുക അത് സാധ്യമല്ല, വേറെ ആർക്കും ഉണ്ടാക്കാനേ സാധിക്കില്ല, ബാബയ്ക്ക് മാത്രമേ അതിന് കഴിയുള്ളൂ പുതിയ ലോകം ഉണ്ടാക്കാൻ. മനുഷ്യസെ ദേവത ബനാനെ ഭഗവാൻ ഹി ആത്തെ ഹേ ജിസ്കി രാത്രി ഗായി ജാതി ഹേ, അതായത് ബാബ പറയാണ്, മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റാൻ ഭഗവാൻ തന്നെയാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഭഗവാന്റെ രാത്രി പാടപ്പെട്ടിട്ടുള്ളത്, മഹിമയുള്ളത്. ഏത് രാത്രിയാണത്? ശിവരാത്രി, അല്ലെ. ശിവരാത്രിക്ക് അത്രയും മഹിമ വരാൻ കാരണം എന്തുകൊണ്ടാണ്? ഭഗവാൻ ശിവൻ വന്നിട്ടാണ് പതീതമായവരെ അല്ലെങ്കിൽ മനുഷ്യരെ എന്തായിട്ട് മാറ്റുന്നത്? ദേവതയായിട്ട് പാവനമായവരാക്കി മാറ്റുന്നത് ഭഗവാൻ ശിവനാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ രാത്രിക്ക് മഹിമയുള്ളതെന്ന് ബാബ പറയാം. യഹബി സമജായ ഹേ ജ്ഞാൻ ഭക്തി വൈരാഗ്യ, അതുപോലെ ബാബ ഇതും നമ്മൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എന്താണ് ജ്ഞാനം, എന്താണ് ഭക്തി, എന്താണ് വൈരാഗ്യം, എന്താണ്, ഇതും ബാബ നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നു. ജ്ഞാൻ ഓർ ഭക്തി ആദാ ആദാ ഹേ, അതായത് ജ്ഞാനവും ഭക്തിയും ഇത് പകുതി പകുതിയാണെന്ന് പറയാ ബാബ. ഭക്തിക്ക് ബാദ് ഹേ വൈരാഗ്യ, ഭക്തിക്ക് ശേഷമാണ് എന്ത് വരുന്നത്? വൈരാഗ്യം വരുന്നതെന്ന് ബാബ പറയാം. അബ് ഗർ ജാനാ ഹേ യഹ് ശരീർ രൂപി കപ്പടെ ഉതാർ ദേനാ ഹേ, ബാബ പറയാണ്, ഇപ്പോ തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഈ ശരീരരൂപിയാകുന്ന വസ്ത്രം നിങ്ങൾക്ക് അഴിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്, അല്ലെ. അപ്പൊ നമ്മൾ ആരാണ്? നമ്മൾ ആത്മാക്കളാണ്. നമ്മൾ ശരീരത്തെ ആധാരമാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പൊ ശരീരം കേവലം ഒരു വസ്ത്രമാണ്, നമുക്ക് പാർട്ട് അഭിനയിക്കാനുള്ള ഒരു കോസ്റ്റ്യൂം മാത്രമാണ് ശരീരം. അപ്പൊ ഈ ശരീരത്തെ നമ്മൾ ഉപേക്ഷിക്കണം, എന്നിട്ടാണ് നമ്മൾ ആത്മാക്കൾക്ക് തിരിച്ചു പോകാൻ സാധിക്കുക. ആത്മാക്കളുടെ വീട്ടില് ആത്മസ്വരൂപത്തിലാണല്ലോ ഇരിക്കുന്നത്, അവിടെ ശരീരം ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ ആത്മാക്കൾ മാത്രമേ തിരിച്ചു പോകുള്ളൂ, ശരീരത്തെ നമുക്കിവിടെ ഉപേക്ഷിക്കണം. ഇസ് ചീച്ചി ദുനിയാമേ നെഹി രഹനാ ഹേ, ബാബ പറയുന്നത് ഈ മോശമായ ലോകത്തില് നിങ്ങൾ ഇരിക്കേണ്ട ആവശ്യമേ ഇല്ല. 84 ക ചക്ര അബ് പൂരാ ഹുവാ, ഇപ്പൊ 84 ജന്മത്തിന്റെ ചക്രം ഇപ്പോ പൂർത്തിയായിരിക്കുകയാണ്. അബ് വായ ശാന്തിധാം ജാനാ ഹേ, ഇപ്പൊ നിങ്ങൾക്ക് ശാന്തിധാം വഴി വേണം പോകാൻ. പഹലെ പഹലെ അൽഫ് കി ബാത്ത് നെഹി ഭൂൽനി ഹേ, ആദ്യം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കാര്യം അതൊരിക്കലും മറക്കരുതെന്ന് ബാബ പറയാ. യഹ് ബി ബച്ചെ സമജ്തേ ഹേ യഹ് പുരാനി ദുനിയ കദം ഹോനി ഹേ,
ഇതും കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഈ പഴയ ലോകം അവസാനിക്കേണ്ടതാണ്. ബാപ്പ് നയി ദുനിയ സ്ഥാപൻ കർത്തേഹെ. കാരണം എന്തുകൊണ്ടാണ്? ബാബ ഇവിടെ പുതിയ ലോകം സ്ഥാപിക്കുകയാണ്. അപ്പൊ പഴയ ലോകം തീർച്ചയായിട്ടും അവസാനിക്കണം. ബാപ്പ് അനേക് ബാർ ആയേ ഹേ സ്വർഗ കി സ്ഥാപന കർണേ. ബാബയാണെങ്കിലോ അനേക പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് ഈ സ്വർഗത്തിന്റെ സ്ഥാപന ചെയ്യുന്നതിനു വേണ്ടി. നരക കാ വിനാശ് ഹോ ജാനാ ഹേ. നരകത്തിന്റെ വിനാശവും ഉണ്ടാകേണ്ടതുണ്ടെന്ന് പറയാ ബാബ. നരക കിത്തന ബടാ ഹേ സ്വർഗ കിത്തന ചോട്ടാ ഹേ. ബാബ പറയാണ് നരകം നോക്കുകയാണെങ്കിൽ എത്ര വലുതാണെന്ന് പറയാ ബാബ, പക്ഷെ സ്വർഗം വളരെ ചെറുതാണ്. നയി ദുനിയാമേം ഏക് ഹി ധർമ്മ ഹോത്താ ഹേ യഹാം ഹേ അനേക ധർമ്മ. ബാബ പറയാണ് പുതിയ ലോകത്തില് ഒരേ ഒരു ധർമ്മം മാത്രമേ ഉണ്ടാകുള്ളൂ, അതായത് സ്വർഗത്തില്. ഈ പഴയ ലോകം അല്ലെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ബാബ പറയുന്നത് എത്രമാത്രം ധർമ്മങ്ങളാണ് ഉള്ളതെന്ന് പറയാ അല്ലെ, എത്രമാത്രം മതങ്ങളാണ് ഇവിടെ ഉള്ളത്. ഏക് ധർമ്മ കിസ്നെ സ്ഥാപൻ കിയ. ബാബ പറയാണ് ഒരേ ഒരു ധർമ്മം ആരാണത് സ്ഥാപിച്ചത്? ബ്രഹ്മാനെ തോ നഹി കിയ. ബ്രഹ്മാവല്ല അത് സ്ഥാപിച്ചത്. ബ്രഹ്മാ ഹി പതീത് സേ ഫിർ പാവൻ ബൻതാ ഹേ. ബ്രഹ്മാവും പതീതത്തിൽ നിന്ന് വീണ്ടും പാവനമായിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഒരേ ഒരു ധർമ്മം സ്ഥാപിച്ചത് ബ്രഹ്മാവല്ല എന്ന് പറയാ ബാബ. മേരെ ലിയേ തോ നഹി കഹേങ്കെ പതീത് സേ പാവൻ. എന്നെ കുറിച്ചൊരിക്കലും പതീതത്തിൽ നിന്നും പാവനം എന്ന് പറയില്ല അല്ലെ. ആരെ കുറിച്ചാണ്? ശിവബാബയെ കുറിച്ച്. ആകെ ഒരേ ഒരാളെ കുറിച്ച് മാത്രമേ പതീതത്തിൽ നിന്നും പാവനം എന്ന് പറയാത്തതുള്ളൂ, അത് ശിവബാബയാണ്. ആ ശിവബാബയാണ് പുതിയ ലോകത്തിലെ പുതിയ ധർമ്മം, ആ ഒരേ ഒരു ധർമ്മം സ്ഥാപിക്കുന്നതും ശിവബാബ തന്നെയാണ്. പാവൻ ഹേ തോ ലക്ഷ്മി നാരായൺ നാം ഹേ. അതായത് ലക്ഷ്മി നാരായണൻ ആ അവരുടെ പേരും എന്താണ്? പാവനമാണല്ലോ എന്ന് പറയാ ബാബ. ബ്രഹ്മ കാ ദിൻ ബ്രഹ്മ കി രാത്. അതായത് ബ്രഹ്മാവിന്റെ പകൽ ബ്രഹ്മാവിന്റെ രാത്രി എന്ന് പറയാറുണ്ടല്ലോ. യഹ് പ്രജാപിതാ ഹേന. ഇത് പ്രജാപിതാവല്ലേ എന്ന് ബാബ പറയാ. ശിവബാബാക്കോ അനാദി ക്രിയേറ്റർ കഹാ ജാതാ ഹേ. ശിവബാബയെ എന്താ പറയാ? അനാദിയായിട്ടുള്ള രചയിതാവ് എന്നാണ് ശിവബാബയെ പറയാ. അനാദി അക്ഷർ ബാപ്പ് കേലിയേ ഹേ. ഈ അനാദി എന്ന അക്ഷരം, അതായത് ആദ്യമില്ല അവസാനമില്ല, അതാണ് അനാദി എന്ന അക്ഷരം. അനാദി എന്ന അക്ഷരം ബാബയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് ബാബ പറയാ. ബാപ്പ് അനാദീതോ ആത്മായേം ബി അനാദി ഹേ. ബാബ അനാദിയാണെങ്കിൽ ബാബ പറയണത് ആത്മാക്കളും അനാദിയാണ് അല്ലെ. ആത്മാക്കളും അതായത് അവരുടെ തുടക്കം എവിടെയാണ്, ഒടുക്കം എവിടെയാണ്, അങ്ങനെയില്ല അല്ലെ. ആത്മാക്കൾ ഇവിടെ ഓൾറെഡി ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെയാണ് ബാബയും. അപ്പൊ അതാണ് ബാബ പറയുന്നത്, ബാബ അനാദിയാണെങ്കിൽ ആത്മാക്കളും അനാദിയാണ്. ബി അനാദിഹേ. ഈ കളിയും അനാദിയാണ് അല്ലെ. അതായത് ഡ്രാമയ്ക്കും എന്ന് തുടങ്ങിയെന്നോ എന്നത് അവസാനിക്കുമെന്നോ അങ്ങനെയില്ല. ഡ്രാമ കൽപ്പകൽപ്പം അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആത്മാക്കളും അതുപോലെ എത്ര ആത്മാക്കളുണ്ടോ അതേ ആത്മാക്കളും ഇവിടെയുണ്ട്. ബാബയും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ബാബയും അനാദി ആത്മാക്കളും അനാദി ഈ കളിയും അനാദി എന്ന് പറയുന്നത്. ബനാബനായ ഡ്രാമ ഹേ. ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതുമായ ഡ്രാമയാണെന്ന് പറയാ ബാബ. സോ ആത്മാക്കോ സൃഷ്ടി ചക്ര കെ ആദി മധ്യ അന്ത് ഡ്യൂറേഷൻ കാ ഗ്യാൻ മിൽത്താ ഹേ. ബാബ പറയാണത് സ്വയം ആത്മാവിന് തന്നെയാണ് ഈ സൃഷ്ടിചക്രത്തിന്റെ ആദി മധ്യ അന്ത്യത്തിന്റെ ആ കാലാവധിയുടെ ജ്ഞാനം അല്ലെ. സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യം ആ മുഴുവൻ രഹസ്യവും അതിന്റെ കാലാവധി മുഴുവൻ ജ്ഞാനവും കിട്ടുന്നത് ആത്മാവിന് തന്നെയാണെന്ന് ബാബ പറയാ. യഹ് കിസ്നെ ദിയ. ഇതാരാ നമുക്ക് തന്നത് ഈ ജ്ഞാനം? ബാപ്പിനെ ദിയ. ബാബയാണ് നമ്മൾക്ക് തന്നത്. തും 21 ജന്മോം കെ ലിയേ ധൻ കെ ബൻ ജാത്തെ ഹോ ഫിർ രാവൺ കെ രാജ്യമേം നീ ധൻ കെ ബൻ ജാത്തെ ഹോ. ബാബ പറയുന്നത് നിങ്ങൾ 21 ജന്മത്തേക്ക് നിങ്ങൾ എന്തായിട്ട് മാറാണ്? സമ്പത്തുള്ളവരായിട്ട് മാറാണ് അല്ലെ. പിന്നീട് രാവണ രാജ്യത്തിലേക്ക് വരുമ്പോ എന്തായി മാറും? നിങ്ങൾ ദരിദ്രരായിട്ട് മാറാണെന്ന് ബാബ പറയാം. യഹാം സേ ഹി ക്യാരക്ടർ ബിഗഡ്തേ ഹേ വികാർ ഹേന. ബാബ പറയുന്നത് ഈ സ്വഭാവവും നശിക്കുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്. കാരണം എന്താണ്? വികാരമുണ്ടല്ലോ എന്ന് ബാബ പറയാം.
ബാക്കി ദോ ദുനിയ നഹി ഹെ, അല്ലാതെ രണ്ട് ലോകമൊന്നുമില്ല, ഒരേ ലോകം തന്നെ. ആ ലോകത്തിൽ തന്നെ പാവനമായിട്ടിരിക്കും. അത് കഴിഞ്ഞ് പിന്നീട് രാവണ രാജ്യം വരുമ്പോൾ അവിടെ തന്നെ പതീതമാകും ചെയ്യും. ആ പതീതമാകുമ്പോഴാണ് ഈ സ്വഭാവമെല്ലാം വളരെ മോശമാകുന്നതെന്ന് പറയാം ബാബ. കാരണം എന്താണ്? വികാരങ്ങളാണല്ലോ പിന്നെ അവിടെ വരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും മോശമാകുന്നതെന്ന് പറയാം ബാബ. മനുഷ്യത്തോ ഫിർ സമജത്തെ ഹെ നരക് സ്വർഗ് സബ് ഇക്കട്ടെ ഹി ചലത്തെ ഹെ. പക്ഷെ മനുഷ്യരെന്താ മനസ്സിലാക്കുന്നത്? ഈ നരകവും സ്വർഗമൊക്കെ ഒരുമിച്ച് നടക്കുന്ന കാര്യമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അബി തും ബച്ചോം കോ കിത്തന ക്ലിയർ സമജായ ജാതാ ഹെ. ബാബ പറയാണ്, ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് എത്ര നല്ല രീതിയിലാണ് ഇതെല്ലാം മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. എല്ലാ കാര്യങ്ങളും ബാബ വളരെ ക്ലിയറായി, വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തന്നു. അബി തും ഗുപ്ത് ഹോ. ബാബ പറയണ, ഇപ്പൊ നിങ്ങൾ കുട്ടികള് ഗുപ്തമാണ്. ശാസ്ത്രമേത്തോ ക്യാ ക്യാ ലിഖ് ദിയാ ഹേ. ഇപ്പൊ ശാസ്ത്രത്തിൽ നോക്കുകയാണെങ്കിൽ എന്തെല്ലാം കാര്യമാണ് അതിൽ എഴുതിയിട്ടുള്ളത്. सूत कितने मूंझा हुआ है, सिवाई बाप के कोई സുൽജ നാ സകെ. ബാബ പറയുന്നത്, ബാബയെ കൂടാതെ വേറെ ആർക്കും എന്താണ് നമ്മളെ ഉയർത്താൻ സാധിക്കില്ല. ഉനോം ഹി പുകാർത്തെ ഹേ ഹം കോയി കാം കെ നഹി രഹേ ആക്കർ പാവൻ ബനായേ ഹമാരെ ക്യാരക്ടർ സുധാരോ. ആ ബാബയെ തന്നെയാണ് കുട്ടികൾ വിളിക്കുന്നത്. അതായത് ഞങ്ങളെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, അതുകൊണ്ട് ബാബ അങ്ങ് വന്ന് ഞങ്ങളെ പാവനമാക്കി മാറ്റൂ, ഞങ്ങളുടെ സ്വഭാവത്തെ നല്ലതാക്കി മാറ്റൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ബാബയെ തന്നെയാണ്. തുമാരെ കിത്തനെ ക്യാരക്ടർ സുധാർത്തേ ഹേ. നിങ്ങളുടെ എത്ര സ്വഭാവങ്ങളാണ് ഇപ്പോൾ നല്ലതായിരിക്കുന്നതെന്ന് ബാബ പറയാം. കോയി കോയി കേത്തോ സുധാർനെ ബദലെ ഓർ ഹി ബിഗഡ്തേ ഹേ. ബാബ പറയണത്, ചിലരൊക്കെ ആണെങ്കിലോ നല്ലതാകുന്നതിന് പകരം ഒന്നുകൂടെ മോശമായെന്ന് പറയാ ബാബ. ചലനെ സേ ബി മാലൂം പട് ജാത്ത ഹേ. ബാബ പറയണത് അവരുടെ പെരുമാറ്റം കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കുമെന്ന് പറയാ ബാബ. ആജ് മഹാരഥി ഹൻസ് കഹലാത്ത ഹേ കൽ ബഗൂല ബൻ പടുത്തേ ഹേ. അതായത് ഇന്ന് പറയും അവര് മഹാരഥി ഹംസങ്ങളാണെന്ന് പറയും, നാളെ നോക്കുകയാണെങ്കിലോ കൊറ്റികളായിട്ടും മാറിയിട്ടുണ്ടാകുമെന്ന് ബാബ പറയാ. ദേരി നെഹി ലഗ്തി ഹേ. ഇതിന് സമയമൊന്നും എടുക്കുന്നില്ല എന്ന് ബാബ പറയാ. മായാബി ഗുപ്ത് ഹേന. മായയും ഗുപ്തമായിട്ടല്ലേ ഇരിക്കുന്നതെന്ന് പറയാം. അതായത് ഇന്ന് നല്ലതെന്ന് പറയും, നാളെ വളരെ മോശമെന്ന് പറയാനുള്ള അത്രയും സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും. അതുകൊണ്ട് ബാബ പറയാണ്, മായ ശക്തിശാലിയാണ്, മായ ഉണ്ടല്ലോ ഗുപ്തമായിട്ട്. ക്രോധ് കോയി ദേഖനെ മേ തോടെ ഹി ആത്തെ ഹേ ബേം ബേം കർത്തേ ഹേ തോ ഫിർ വഹ് ബാഹർ നിക്കൽനെ സേ ദിക്കായി പെടുത്താ ഹേ. അതായത് ചിലരുടെ ഉള്ളിലൊക്കെ ചിലതൊക്കെ കാണുമ്പോൾ ക്രോധമൊക്കെ ഉള്ളിൽ വരും, പിന്നീട് എന്താകും, കുറെ കഴിയുമ്പോൾ അത് പുറത്തേക്ക് വരും. ആ ക്രോധത്തിന്റെ അംശം ഉണ്ടെങ്കിൽ ബാബ പറയില്ല അത് വംശമായിട്ട് മാറുന്നു. അപ്പൊ അത് പിന്നെ പുറത്തേക്ക് അത് കാണപ്പെടും. ഫിർ ആശ്ചര്യവത് സുനന്തി കദന്തി ഭാഗന്തി ഹോ ജാത്തേ ഹേ. പിന്നെ ആശ്ചര്യത്തോടെ കേട്ടു പറഞ്ഞു പിന്നെ ഓടിപ്പോയി, അങ്ങനെയായിട്ട് മാറും. കിത്തനാ ഗിർത്തേ ഹേ. എത്ര മാത്രമാണ് അവര് താഴേക്ക് വീഴുന്നതെന്ന് ബാബ പറയാ. എക്ദം പത്തർ ബൻ ജാത്തേ ഹേ. അതായത് അത്രയും അവര് കല്ലായിട്ട് മാറുന്നു എന്ന് പറയാം. കല്ലായിട്ട് മാറുന്നു എന്നർത്ഥം എന്താണ്? അവരൊന്നും മനസ്സിലാക്കുന്നില്ല, വളരെ മോശമായിട്ട് മാറുകയാണ്. ഇന്ദ്രപ്രസ്ഥ കി ബി ബാത്ത് ഹേന. അപ്പൊ ഇന്ദ്രപ്രസ്ഥത്തിന്റെ കാര്യവുമുണ്ടല്ലോ, ഭക്തിമാർഗത്തിൽ പറയൂല്ലോ. മാലൂം തോ പഠി ജാത്താ ഹേ. അതിനെ പറ്റിയിട്ട് അറിയാൻ കഴിയും. ഏസാ ഫിർ സഭാമേ നെഹി ആനാ ചാഹിയേ. അതായത് ബാബ പറയാണ്, ഇങ്ങനെയുള്ള ഈ ഒരു സഭയിൽ വരാൻ സാധിക്കില്ല എന്ന് പറയാം, അത് വരാൻ പാടില്ല. തോട ബഹുത് ഗ്യാൻ സുനാ ഹേ തോ സ്വർഗുമേം ആഹി ജാത്തേ ഹേ. ബാബ പറയണത്, അഥവാ കുറച്ചെങ്കിലും നിങ്ങൾ ജ്ഞാനം കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്വർഗത്തിൽ വരിക തന്നെ ചെയ്യുമെന്ന് ബാബ പറയാം. ജ്ഞാൻ കാ വിനാശ് നെഹി ഹോ സക്ത. അതായത് ഈ ജ്ഞാനത്തിന്റെ വിനാശം ഒരിക്കലും ഉണ്ടാകില്ല. ഈ ജ്ഞാനം കുറച്ചെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അവർ സ്വർഗത്തിലേക്ക് തീർച്ചയായിട്ടും വരുമെന്ന് ബാബ പറയാം. अब बाप कहते हैं तुमको पुरुषार्थ कर ऊंच पद पाना है. അപ്പൊ ബാബ നമുക്ക് കുട്ടികളോട് പറയാണ്, നിങ്ങൾ കുട്ടികൾക്ക് പുരുഷാർത്ഥം ചെയ്തിട്ട് നിങ്ങൾക്ക് ഉയർന്ന പദവി നേടണം.
അഗർ വികാർ മേ ഗയേ തോ പദ് ഭ്രഷ്ട് കർ ദേംഗെ. അഥവാ ഇനി നിങ്ങൾ വികാരത്തിലേക്ക് പോവുകയാണെങ്കിൽ ബാബ പറയണ എന്താണ്, നിങ്ങളുടെ പദവി ഭ്രഷ്ടമായി പോകും. സൂര്യവംശി ചന്ദ്രവംശി ബനേങ്കെ ഫിർ വൈശ്യവംശി ശൂദ്രവംശി. അപ്പൊ ആദ്യം എന്തായിട്ടാണ് മാറുക, സൂര്യവംശി ചന്ദ്രവംശിയായിട്ട് മാറും. പിന്നീട് അവര് തന്നെയാണ് പടിയിറങ്ങി പിന്നെ എന്താ മാറുന്നത്, വൈശ്യവംശിയാകും, പിന്നെ ശൂദ്രവംശിയുമായിട്ട് മാറുന്നത്. അഭി തും സമജ്തേ ഹോ യഹ് ചക്ര കൈസേ ഫിർത്തേ ഹേ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട് ഈ ചക്രം എങ്ങനെയാണ് കറങ്ങുന്നത്, അല്ലെ, ഈ സൃഷ്ടിചക്രം എങ്ങനെയാണ് കറങ്ങി വരുന്നത്, അല്ലെ, സൂര്യവംശി ചന്ദ്രവംശി, അല്ലെ, പിന്നെ വൈശ്യം ശൂദ്രൻ, വീണ്ടും ഈ ചക്രം കറങ്ങുകയാണ്. അപ്പൊ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. വഹുത്തോ കലിയുഗി ആയുഹി 40,000 വർഷ കഹ് ദേത്തെ ഹേ. മനുഷ്യരാണെങ്കിലോ കലിയുഗത്തിന്റെ ആയുസ് 40,000 വർഷം എന്നാണ് പറയുന്നത്. സീഡീസോ നീച്ചെ ഉദർത്തി ഹോനി ഹേന. ബാബ പറയുന്നത് എന്തുകൊണ്ടാണ്, ഏണിപ്പടി ഇറങ്ങി ഇറങ്ങി താഴേക്ക് വന്നുവല്ലോ, അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കുന്നില്ല ഇനിയും 40,000 വർഷമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. 40,000 വർഷ ഹോ തോ മനുഷ്യ ഡേർ ഹോ ജായേ. 40,000 വർഷമുണ്ടെങ്കിൽ ബാബ പറയുന്നത് എത്ര മാത്രം മനുഷ്യരുണ്ടാകും. അപ്പോ 5,000 വർഷ മേ ഹി ഇത്നാ മനുഷ്യ ഹേ ജോ ഖാനെ കോ നഹി മിൽത്ത. ബാബ പറയുന്നത് 5,000 വർഷമായിട്ടു തന്നെ ഇത്രയ്ക്കും മനുഷ്യരുണ്ട്. അപ്പൊ 40,000 വർഷമാകുമ്പോ എത്രമാത്രം ഉണ്ടായിരിക്കുമെന്ന് ബാബ പറയാ. ഇപ്പൊ തന്നെ കഴിക്കാനേ തന്നെ സാധനങ്ങളൊന്നുമില്ല എന്ന് പറയാ ബാബ, കിട്ടുന്നില്ല കഴിക്കാൻ. തോ ഇത്തനെ 1000 വർഷമേം കിത്തനി വൃദ്ധി ഹോ ജായേ. ബാബ പറയണത് അങ്ങനെയാണെങ്കിൽ ഇനിയും ഇത്രയും അധികം വർഷമുണ്ടെന്ന് പറയുമ്പോൾ എത്രമാത്രം ഇവിടെ വൃദ്ധി ഉണ്ടാകും, അല്ലെ, മനുഷ്യർ എത്രമാത്രം വർദ്ധിക്കുമെന്ന് ബാബ പറയാം. തോ ബാപ് ആക്കർ ധീരജ് ദേത്തെ ഹേ പതീത് മനുഷ്യോം കോ തോ ലഡ്നാ ഹി ഹേ. അതായത് പതീതരായിട്ടുള്ള മനുഷ്യർക്ക് യുദ്ധം ചെയ്യേണ്ടി വരും. ഉനോം കി ബുദ്ധി ഇസ് തരഫ് ആ നാ സകെ. അവരുടെ ബുദ്ധി ഈ ഒരു കാര്യത്തിന് നേരെ വരിക അത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് ബാബ പറയാ. അബ് തുമാരി ബുദ്ധി ദേക്കോ കിത്നി ബദൽത്തി ഹേ ഫിർ ബി മായ ദോക്ക സരൂർ ദേത്തി ഹേ. ഇപ്പൊ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധി നോക്കൂ, എത്ര മാത്രമാണ് ഇപ്പൊ പരിവർത്തനമായിട്ടുള്ളത്. പക്ഷെ ബാബ പറയണത് എന്നിട്ടും മായ തീർച്ചയായിട്ടും ചതിക്കുന്നു പറയാ ബാബ. ബുദ്ധിയൊക്കെ പരിവർത്തനം വന്നിട്ടുണ്ട്, പക്ഷെ ബാബ പറയൽ എപ്പോഴും മായയെ നിങ്ങൾ ശ്രദ്ധിക്കണം, മായ തീർച്ചയായിട്ടും ചതിക്കും. ഇച്ഛാമാത്രം അവിദ്യ. അതായത് ബാബ പറയാണ് ഇച്ഛാമാത്രം അവിദ്യ, അതായത് ഇച്ഛ എന്തെന്ന് പോലും അറിയാത്ത അവസ്ഥ. കോയി ഇച്ഛാക്കി തോ ഗയ. ഇനി അഥവാ എന്തെങ്കിലും ഒരു ഇച്ഛയുണ്ടെങ്കിൽ ബാബ പറയുന്നത് കഴിഞ്ഞു, തോറ്റുപോയി, അതാണ്. വർത്ത് നോട്ടെ പെന്നി ബൻ ജാത്തേഹെ. അതായത് ഒട്ടും വിലയില്ലാത്തവരായിട്ട് മാറുമെന്ന് ബാബ പറയാ. അച്ഛേ അച്ഛേ മഹാരഥിയോം കോബി മായ കോയി നാ കോയി പ്രകാർ സേ കബി ധോക്ക ദേത്തി രഹത്തി ഹേ. ബാബ പറയുന്നത് നല്ല നല്ല മഹാരഥികളായിട്ടുള്ള കുട്ടികളുണ്ടല്ലോ, അവരെ പോലും മായ പല പ്രകാരത്തില് അവരെ ചതിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയാം മായ. ഫിർ വഹ് ദിൽ പർ ചട് നഹി സക്ത. പിന്നീട് അവർക്ക് ബാബയുടെ ഹൃദയത്തിലേക്ക് കയറുവാൻ സാധിക്കില്ല. നല്ല നല്ല മഹാരഥി കുട്ടികളാണ്, അവരെയാണ് മായ വിഴുങ്ങുന്നത്. അപ്പൊ പിന്നീട് അവർക്ക് ബാബയുടെ ഹൃദയത്തിലേക്ക് കയറാൻ സാധിക്കില്ല. ജയ്സെ ലൗകിക മാ ബാപ്പ് കെ ദിൽ പർ നഹി ചടുത്തേ ഹേ. അതായത് ബാബ പറയാ എങ്ങനെയാണോ ലൗകിക അച്ഛനമ്മയുണ്ടല്ലോ അവരുടെ ഹൃദയത്തിലും ഇരിക്കണമെങ്കിൽ എന്താണ്, കുട്ടികളെ നല്ല നല്ല കുട്ടികളാണ് അവരുടെ ഹൃദയത്തിൽ കയറുക. വളരെയധികം മോശം ചെയ്യുക, എപ്പോഴും ബുദ്ധിമുട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാകുമ്പോൾ അങ്ങനെ ഹൃദയത്തിലൊന്നും കയറില്ലല്ലോ. അപ്പൊ അതാ ബാബ പറയുന്നത് ലൗകികത്തിൽ അച്ഛനമ്മമാരുടെയും ഹൃദയത്തിലിരിക്കുന്നത് എങ്ങനെയാണോ ഹൃദയത്തിൽ കയറുന്നത് എങ്ങനെയാ നമ്മൾ കയറുക, നല്ല നല്ല സ്വഭാവ സംസ്കാരങ്ങളിലൂടെയാണല്ലോ. അതാ ബാബ പറയുന്നത് കോയി തോ ബച്ചെ ഏസേ ഹോത്തേ ഹേ ജോ ബാപ്പ് കോ ബി ഖദം കർ ദേത്തേ ഹേ. ബാബ പറയുന്നത് ചില കുട്ടികളുണ്ട് ഇങ്ങനെ അവര് അച്ഛനെ പോലും വധിക്കുന്നവരുണ്ടെന്ന് പറയാ ബാബ. പരിവാർക്കോ ഖദം കർ ദേത്തേ ഹേ. അതായത് അവര് കുടുംബത്തെ തന്നെ ഇല്ലാതാക്കും. മഹാൻ പാപ് ആത്മായേം ഹേ. ബാബ അവരെ പറയുന്നത് എന്താണ്, മഹാൻ പാപാത്മാക്കളാണെന്ന് പറയാ ബാബ. അങ്ങനെയുള്ളവരാണല്ലോ സ്വന്തം പിതാക്കന്മാരെയും വധിക്കുന്നത്. രാവൺ ക്യാ കർ ദേത്തെ ബഹുത്ത്
ഡേർട്ടി ദുനിയാഹെ, അതായത് ബാബ പറയുന്നത് ഇത് വളരെ മോശമായിട്ടുള്ള ലോകമാണ് അല്ലേ, രാവണ രാജ്യമാണല്ലോ. ഇൻസെ കബി ദിൽ നഹി ലഗാനി ചാഹിയേ. ബാബ പറയാണ് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും, അതായത് ഈ ഒരു രാവണ രാജ്യത്തിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഹൃദയം വെക്കരുത്, മനസ്സ് വെക്കരുതെന്ന് പറയാം. മമത്വം നമുക്ക് വരരുത് ഈ ഒരു പഴയ ലോകത്തിനോട്. പവിത്ര ബന്നേക്ക് ബഡി ഹിമ്മത്ത് ചാഹിയേ. ബാബ പറയുന്നത് പവിത്രമായിട്ടിരിക്കാൻ നല്ല ധൈര്യം വേണമെന്ന് ബാബ പറയാം. വിശ്വക്കെ ബാദ്ഷാഹിക്ക് പ്രൈസ് ലേനെ കേളിയെ പവിത്രത മുഖ്യ ഹെ. അതായത് ബാബ പറയുന്നത് വിശ്വത്തിന്റെ ചക്രവർത്തി പദവിയുടെ ആ ഒരു സമ്മാനം, പ്രൈസ് നിങ്ങൾക്ക് നേടണമെങ്കിൽ അതില് മുഖ്യമായ കാര്യം എന്താണ്? പവിത്രതയാണ്. ഇസ്ലിയെ ബാപ്പക്കോ കഹത്തെ ഹേ കി ആക്കർ പാവൻ ബനാവോ. അതുകൊണ്ട് തന്നെയാണ് ബാബയോട് നമ്മൾ കുട്ടികൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ബാബ വന്ന് ഞങ്ങളെ പാവനമാക്കി മാറ്റൂ അല്ലേ. നമ്മൾ അങ്ങനെയാണ് ബാബയോട് പറഞ്ഞിട്ടുള്ളത്, പാവനമാക്കി മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ചക്രവർത്തി ആക്കി മാറ്റൂ, രാജാവാക്കി മാറ്റൂ എന്നൊന്നും അല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. ബാബയോട് പാവനമാക്കി മാറ്റൂ. അതുകൊണ്ടാണ് ബാബ പറയുന്നത് പവിത്രത മുഖ്യമായ കാര്യമാണെന്ന്. अच्छा, मीठे मीठे सिकीलदे बच्चों प्रति मात पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी मात पिता बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ധാരണയ്ക്കുള്ള മുഖ്യ സാരം. ഫസ്റ്റ് പോയിന്റ്, माया के दोकों से बचने के लिए इच्छा മാത്രം അവിദ്യ ബന്ന ഹെ. ബാബ പറയാണ് മായയുടെ ആ ചതിവുണ്ടല്ലോ, മായ വഞ്ചിക്കും, ആ മായയുടെ വഞ്ചനയിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി ബാബ തരുന്ന യുക്തിയാണ് ഇച്ഛ മാത്രം അവിദ്യയായിട്ട് മാറുക. അതായത് ഇച്ഛ എന്തെന്ന് പോലും അറിയാത്ത അവസ്ഥ, ആ ഒരു അവസ്ഥയായിട്ട് മാറണം. അങ്ങനെയാണെങ്കിൽ മായ ഒരിക്കലും ചതിക്കില്ല. ഇസ് ഡേർട്ടി ദുനിയാസെ ദിൽ നഹി ലഗാനി ഹെ. ഈ മോശമായിട്ടുള്ള അല്ലെ, അഴുക്കായിട്ടുള്ള ഈ ലോകത്തോട് നിങ്ങൾ ഒരിക്കലും മനസ്സ് വെക്കരുത്. സെക്കൻഡ് പോയിന്റ്, പവിത്രതാക്ക പൂരാ പൂരാ സബൂത്ത് ദഹന ഹെ. പവിത്രതയുടെ പൂർണ്ണമായിട്ടുള്ള തെളിവ് നിങ്ങൾ കൊടുക്കണം. സബ്സെ ഊഞ്ച ക്യാരക്ടർ ഹി പവിത്രത ഹെ. ഏറ്റവും ഉയർന്ന സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? അത് പവിത്രത തന്നെയാണെന്ന് പറയാം ബാബ. ഉയർന്നതായിട്ടുള്ള ആ ഒരു സ്വഭാവം പവിത്രത തന്നെയാണ്. അപ്പനെ ആപ്കോ സുധാർനെ കേലിയെ പവിത്ര സരൂർ ബന്ന ഹെ. ബാബ പറയാണ് സ്വയത്തെ നിങ്ങൾക്ക് ഉയർത്തുന്നതിനായിട്ട്, നല്ലതാക്കുന്നതിനായിട്ട് പവിത്രമായിട്ട് തീർച്ചയായിട്ടും മാറണമെന്ന് ബാബ പറയാം. ഇനി ബാബ വരദാനം തരാണ്. ത്രികാലദർശി സ്ഥിതി മേ സ്ഥിത് രഹ്, സദാ അജൽ ഓർ സാക്ഷി രഹനെ വാലെ നമ്പർ 1 തക്ദീർവാൻ ഭവ. അതായത് ബാബ പറയാണ് വരദാനം ത്രികാലദർശി സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട്, അതായത് 3 കാലത്തെയും അറിയുക, അതാണല്ലോ ത്രികാലദർശി. ത്രികാലദർശി സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് സദാ നമ്മൾ എങ്ങനെയായിരിക്കണം? അജൽ, അതായത് അജഞ്ചലവും സാക്ഷിയുമായിട്ടിരിക്കുന്ന നമ്പർ 1 ഭാഗ്യശാലിയായി ഭവിക്കട്ടെ. നമ്പർ 1 ഭാഗ്യശാലിയായി ഭവിക്കട്ടെ എന്നാണ് ബാബ പറയുന്നത്. അപ്പൊ നമ്മുടെ സ്റ്റേജ് എങ്ങനെയായിരിക്കണം? അജഞ്ചലവുമായിരിക്കണം, സാക്ഷിയായിട്ടല്ലാത്തിനെയും കാണുന്നവരുമായിരിക്കണം. അതിനായിട്ട് നമ്മൾ ഏത് സ്ഥിതിയിലിരിക്കണം? ത്രികാലദർശി സ്ഥിതിയിലിരിക്കണം. അപ്പൊ ബാബ അതിന്റെ എക്സ്പ്ലനേഷൻ തരാണ്. त्रिकालदर्शी स्थिति में स्थित होकर हर संकल्प, हर कर्म करो और हर बात को देखो. यह क्यों, यह क्या, यह क्वेश्चन मार्क ना हो, सदा ഫുൾ സ്റ്റോപ്പ്. ബാബ പറയാണ് ത്രികാലദർശി എന്നുള്ള സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ബാബ പറയുന്നത് എല്ലാ സങ്കല്പം, അതുപോലെ എല്ലാ കർമ്മവും ചെയ്യുക. എല്ലാ കാര്യങ്ങളെയും ആ ഒരു സ്ഥിതിയിലിരുന്നു കൊണ്ട്, ത്രികാലദർശി എന്ന സ്ഥിതിയിലിരുന്നു കൊണ്ട് വേണം നമ്മുടെ എല്ലാ സങ്കല്പങ്ങളും എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളെയും നോക്കുന്നത്. ഇതെന്തുകൊണ്ട്, ഇതെന്താ അങ്ങനെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ മാർക്കൊന്നും അവിടെ വേണ്ട.
സദാ എങ്ങനെയായിരിക്കണം? ഫുൾ സ്റ്റോപ്പ്. നത്തിങ് ന്യൂ, ഒന്നും പുതിയതല്ല. ഹർ ആത്മാ കെ പാർട്ട് കോ അച്ചി തരഹ് സെ ജാൻകർ പാർട്ട് മേം ആവോ. ബാബ പറയുന്നത് ഓരോ ആത്മാക്കളുടെയും പാർട്ട്, അതായത് എല്ലാവർക്കും അവരവരുടേതായ ഭാഗമാണ് അഭിനയിക്കാനുള്ളത്. അപ്പൊ എല്ലാ ആത്മാക്കളുടെയും പാർട്ടിനെ നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പാർട്ടിലേക്ക് വരൂ. അങ്ങനെയാണ് ബാബ പറയുന്നത്. ആത്മാവോം കെ സംബന്ധ संपर्क में आते न्यारे और प्यारे पन की समानता रहे तो हलचल समाप्त हो जाएगी. അപ്പൊ ബാബ പറയാണ്, ആത്മാക്കളുടെ സംബന്ധ സമ്പർക്കത്തിലേക്ക് വന്ന്, ആത്മാക്കളുമായിട്ടുള്ള സംബന്ധ സമ്പർക്കത്തിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും വരണം. പക്ഷെ അവിടെ നമ്മൾ എങ്ങനെയായിട്ടിരിക്കണം? സ്നേഹിയുമായിട്ടിരിക്കണം, വേറിട്ടവരുമായിട്ടിരിക്കണം. ആ ഒരു സമാനതയിൽ ഇരിക്കുകയാണെങ്കിൽ, സ്നേഹിയുമായിട്ടിരിക്കണം, വേറിട്ടതുമായിട്ടിരിക്കണം, അങ്ങനെ ആയിരിക്കണം നമ്മുടെ സ്ഥിതി. അങ്ങനെയാണെങ്കിൽ ബാബ പറയുന്നത് എന്താണ്? ഹൽച്ചൽ സമാപ്ത ഹോ ജായേഗി. അവിടെ എന്ത് ഇളക്കങ്ങളും കുഴപ്പങ്ങളും ഉണ്ടോ അതെല്ലാം സമാപ്തമായിട്ട് മാറുമെന്ന് ബാബ പറയാം. യഹി ഹേ ऐसा सदा अचल और साक्षी रहना, यही है नंबर 1 तकदीरवान आत्मा की निशानी. ബാബ പറയുന്നത് നമ്പർ 1 ഭാഗ്യശാലി ആത്മാക്കളുടെ അടയാളം തന്നെ ഇതാണ്. അതായത് സദാ എങ്ങനെയായിരിക്കണം? അവര് അചഞ്ചലവും സാക്ഷിയുമായിട്ടിരിക്കുക. സദാ അവർ അചഞ്ചലവും സാക്ഷിയായിട്ടിരിക്കുന്ന അങ്ങനെയുള്ള ആത്മാക്കള്, അവരാണ് നമ്പർ 1 ആത്മാക്കള്. ഇത് നമ്പർ 1 ഭാഗ്യശാലി ആത്മാക്കള്. അവരുടെ അടയാളമാണ് സദാ അചഞ്ചലമായിരിക്കും, സാക്ഷിയായിട്ടിരിക്കും, എല്ലാത്തിനെയും, എല്ലാ സീനിനെയും സാക്ഷിയായിട്ട് നോക്കിക്കാണുന്നവരായിരിക്കും. ഇനി ബാബ ശ്ലോകൻ പറയാണ്, സഹൻശീലതാക്കെ ഗുൺ കോ ധാരൺ കരോ തോ കഠോർ സംസ്കാർ ബി ശീതൾ ഹോ ജായേംഗെ. അതായത് സഹനശീലത എന്ന ഗുണത്തെ നിങ്ങൾ ധാരണ ചെയ്യൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബാബ പറയുന്നത് കടുത്ത സംസ്കാരങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അതുപോലും വളരെ ശീതളമായിട്ട് മാറുമെന്ന് ബാബ പറയാം. ഇനി ബാബ അവ്യക്ത സൂചന തരാണ്. ഈ അവ്യക്ത മാസത്തില് ബന്ധനമുക്തരായിട്ടിരുന്ന കൊണ്ട് ജീവൻ മുക്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യാനാണ്. അതിൽ ബാബ പറയാണ്, ആപ് ലോഗോം കാ സ്ലോഗൻ ഹേ മുക്തി ഓർ ജീവൻ മുക്തി ഹമാര ജന്മസിദ്ധ് അധികാർ ഹേ. ബാബ പറയാണ്, നിങ്ങൾ കുട്ടികളുടെ സ്ലോഗനാണ് എന്ത്? മുക്തിയും ജീവൻ മുക്തിയും നമ്മുടെ ജന്മസിദ്ധ അധികാരമാണ്. പരംധാമേ തോ യഹ് പതാ ഹി നഹി പടേഗാ കി മുക്തി ക്യാ ഹേ ജീവൻ മുക്തി ക്യാ ഹേ. അതായത് ബാബ പറയണത്, പരന്താമത്തിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു അവസ്ഥയെ നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല. അതായത് മുക്തി എന്താണ്, ജീവൻ മുക്തി എന്താണ്, ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാനേ കഴിയില്ല. എവിടെ ഇരിക്കുമ്പോൾ? പരന്താമത്തിലിരിക്കുമ്പോൾ. കാരണം അവിടെ സദാശാന്തിയാണ്. സദാശാന്തിയിലിരിക്കുമ്പോൾ എന്താണ് മുക്തി, എന്താണ് ജീവൻ മുക്തി, അതെങ്ങനെയാ അത് അറിയാൻ കഴിയുക? അതാ ബാബ പറയുന്നത്, ഇസ്കാ അനുഭവ് ഇസ് ബ്രാഹ്മൺ ജീവൻ മേ അഭി കർണാ ഹെ. മുക്തി, ജീവൻ മുക്തിയുടെ അനുഭവം ഈ ബ്രാഹ്മണ ജീവിതത്തില് ഇപ്പോൾ ചെയ്യേണ്ടതാണെന്ന് ബാബ പറയാം. കാരണം ഇവിടെ നമ്മൾ ശരീരത്തിലാണ് ഇരിക്കുന്നത്, ഇവിടെയാണ് നമ്മൾ ബന്ധനസ്ഥരാകുന്നതും ഇവിടെയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമുക്ക് അറിയാൻ കഴിയും എന്താണ് ബന്ധനമുക്തം, അല്ലെ? അറിയാൻ കഴിയും, ബന്ധനത്തിൽ വരുന്നത് കൊണ്ട് തന്നെ അറിയാം എന്താണ് ബന്ധനമുക്തം. അപ്പൊ അതുകൊണ്ടാണ് ബാബ പറയുന്നത് മുക്തി ജീവൻ മുക്തി എന്നുള്ളത് പരന്താമത്തിലല്ല അനുഭവിക്കേണ്ടത്, അത് ഇവിടെയാണ്, ഈ ഒരു സമയത്ത്, ഈ ഒരു ബ്രാഹ്മണ ജീവിതത്തിലാണ് അതിന്റെ അനുഭവം ചെയ്യേണ്ടതെന്ന് ബാബ പറയാം. ഓക്കെ, ഓം ശാന്തി. നമുക്കൊരു മിനിറ്റ് ബാബനെ ഓർമ്മിക്കാം. ഓം ശാന്തി.